ഒരു പ്രഭാത സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകുവാനിടയിൽ അപ്പം കൂടെയുണ്ടോ? സന്തോഷ, ആനന്ദ. ഹല്ലേലൂയ. കയറിയിരുന്നല്ലോ. ഹല്ലേലൂയ. നല്ല കുട്ടികൾ, അനുസരണമുണ്ട്. ദൈവം തുണയ്ക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ലോകത്തിൽ ധാരാളം വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്തൊക്കെ ചിയർഫുള്ളായിട്ടിരിക്കണോ? യേശുവിൻ്റെ ആ മെത്തേഡ് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മുടെ കൂടെ ഉണ്ട്. ശരീരത്തിൻ്റെ പുറത്ത് ആളുകൾ വിട്ടുപോകുന്നുള്ളൂ, പക്ഷെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആത്മലോകത്തുള്ള നമ്മുടെ സ്വർഗീയ പിതാവും കർത്താവായ യേശുവും ആ നമ്മളെ ആശ്വസിപ്പിക്കുന്ന പിതാവിൻ്റെ ആത്മാവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവിടെ നിന്ന് വേണം നമ്മൾ പുറത്തേക്ക് ജീവിക്കാൻ. അപ്പോഴാണ് നമ്മുടെ ജീവിതം ആനന്ദമാണ്. പുറത്തുനിന്ന് അകത്തേക്ക് ജീവിച്ചു അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞു, കുഞ്ഞെ നീ വാടിപ്പോവുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു ചെടി വൈകിട്ട് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യും, മൊത്തം ചൂട് കാറ്റായിരുന്നു, മൊത്തം വെയിലായിരുന്നു, മൊത്തം എല്ലാം പുറത്തുനിന്ന് വന്ന് ഞാൻ ചത്തു. ഇപ്പം ചെടി നീ മനസ്സിലാക്കുക, നിന്റെ മണ്ണിൻ്റെ അടിയിൽ കാണാത്ത മണ്ഡലത്തിൽ വേരില്ലേ, അവിടെ വെള്ളമില്ലേ, അവിടെ വളമില്ലേ? നിനക്ക് ഇത്ര ബുദ്ധികെട്ട ചെടിയാണോ നീ? അത് വലിച്ചെടുത്ത് സൂര്യൻ്റെ ചൂട് കൊണ്ട് നിനക്കങ്ങ് വളർന്നുകൂടായിരുന്നോ? പക്ഷെ നീ ഒരു മണ്ടിപ്പെണ്ണിനെ പോലെ, ഒരു മണ്ടൻ ചെക്കനെ പോലെ പുറത്തുനിന്ന് വന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ? പുറത്തുനിന്ന് അത് വരും. എന്തിനാണെന്നറിയാമോ? നിന്നെ വളർത്താനാ ആ ചൂടൊക്കെ. അപ്പം നീ എന്ത് ചെയ്യണം? നിനക്ക് കാണാൻ പറ്റുന്ന മണ്ഡലത്തിൽ നിനക്ക് ദൈവം വേര് തന്നിട്ടുണ്ട്. അതിലൂടെ ഈ വെള്ളവും വളമൊക്കെ വലിച്ചെടുത്ത് ആ സൂര്യൻ്റെ പ്രകാശം എന്ത് ചെയ്യണം? കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാ ഗ്യാസ് പോലെ നീ എന്ത് ചെയ്യണം? ആ ചൂട് കൊണ്ട് നീ ഭക്ഷണം പാകം ചെയ്ത് ചെടി ചെയ്യണ കണ്ടിട്ടില്ലേ? അന്നജം ഗ്ലൂക്കോസ് എല്ലാം റെഡിയാക്കി അതങ്ങ് കയറിയ പുതിയ ഇലകളും പുതിയ പൂക്കളും ഒക്കെ ആയിട്ടങ്ങ് വളരും. ഹല്ലേലൂയ. അപ്പോൾ പുറത്തെ ചൂട്, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ എന്തിനാ? അത് ഫലം കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഈന്തപ്പഴം കായ്ക്കുന്നത് എപ്പോഴാണെന്നറിയാമോ നിങ്ങൾക്ക്? നല്ല തണുപ്പ് കാലത്ത് വളരെ ആശ്വാസമല്ല ഇങ്ങനെ ഇരിക്കുമ്പോൾ അതങ്ങ് കായ്ക്കും. കണ്ടോ എൻ്റെ ഫലം എന്ന് പറഞ്ഞ് കണ്ട് ആണോ? അല്ല, നല്ല ചൂട് വരണം. ജൂൺ ജൂലൈ മാസത്തെ മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടിലെ ആ ഈന്തപ്പന ഇങ്ങനെ നിൽക്കണം. നിന്റെ ചൂട് കിട്ടിയിട്ട് വേണം എനിക്ക് ഫലമായി ഈ മക്കളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഞങ്ങൾ ഗൾഫിലെ ഈ സമയത്ത് ഉച്ചയ്ക്കൊന്നും വെളിയിലിറങ്ങത്തില്ല. അവിടെ നിയമം പാസ്സാക്കിയിരിക്കുകയാണ്, ഇത്ര 12 മണിക്ക് ശേഷം ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത്ര ഫൈനാണ്. കാരണം സൂര്യൻ്റെ ചൂടേറ്റ് പലരും മരിച്ചു പോകും. ആ സമയത്താണ് ഈന്തപ്പന നിന്ന് കൊടുക്കുകയാണ്. അട്ടിക്ക എന്തിനാ? എനിക്ക് ഫലമായി മാറണം. ഹല്ലേലൂയ. യേശുക്രിസ്തു എപ്പോഴാണ് ഫലമായി മാറിയെന്നറിയാമോ? റിയലി ദ ഫുൾ ഫ്രൂട്ട്. തൻ്റെ ജീവിതകാലം മുഴുവൻ ഫലമായിരുന്നു. ഫുൾ ഫ്രൂട്ടായിട്ട് മാറിയത് യഹൂദന്മാർ തന്നെ വേണ്ട എന്ന് പറഞ്ഞ് തള്ളി, നിനക്ക് പകരം കള്ളനായ ബറാബാസിനെ മതി എന്ന് പറഞ്ഞ് തള്ളി തന്നെ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഗവൺമെൻറ് പല കോടതികളിൽ മാറി തന്നെ വിചാരണ ചെയ്തു. അവസാനം ക്രൂശിക്കുവാനായിട്ട് ഇതാ ഏൽപ്പിച്ചു കൊടുത്ത് ആ ക്രൂശിക്കപ്പെട്ട സമയത്താണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫലമായി കടന്നു വന്നത്. ഹല്ലേലൂയ. ഇതൊന്നും തിരിച്ചറിയാത്ത കഴിഞ്ഞ ദിവസം ആരോ ഒരു ചോദ്യം ചോദിച്ചു, എന്തേ ഒന്നും മനസ്സിലാകുന്നില്ല. ചിലർ പറഞ്ഞു ദുഃഖ വെള്ളിയെന്ന്, ചിലർ പറഞ്ഞു നല്ല വെള്ളിയെന്ന്. ഇത് എന്തോ അത് സംഭവം? ജഡീകർക്ക് ദുഃഖ വെള്ളി, ആത്മീകർക്ക് നല്ല വെള്ളി. സിമ്പിൾ, ഇത്ര ഉള്ള ആൻസർ. ഹല്ലേലൂയ. ഇത് പറഞ്ഞിരുന്നെങ്കിൽ വേറെ ക്ലാസ് വേണം, അതുകൊണ്ട് നമുക്കത് വിടാം. ഹല്ലേലൂയ. ഇന്നും ജഡത്തിലാണ് എല്ലാം കാണുന്നത്. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇനിയും ജഡത്തിലല്ല കാണേണ്ട, ജഡത്തിൽ നിന്ന് ആത്മാവിലേക്ക് മാറണം. കാരണം ജഡം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, ഇപ്പം തീരും. ഇപ്പം തീരും. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച ഭാഗങ്ങളിൽ തൊട്ട് മുന്നോട്ടേക്ക് കയറാൻ പോവാം. നിങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ ആയിരുന്ന മതസാഹചര്യങ്ങൾ ഒരിക്കലും കേൾക്കാത്ത കാര്യമാണ് ഇവിടെ കേട്ട്.
നിങ്ങളായിരിക്കുന്ന മതസാഹചര്യങ്ങളിൽ നിങ്ങൾ കേട്ടത് ഒരുപക്ഷെ നിങ്ങൾ കരുതിയ ആ വിഗ്രഹ ദൈവത്തിന് അല്ലെങ്കിൽ വിഗ്രഹം അല്ലാത്ത ദൈവത്തിന് ഒരു പൂമാല കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ മെഴുകുതിരി കത്തിക്കണം, അല്ലെങ്കിൽ തൊട്ടുമൊത്തണം, അല്ലെന്നുണ്ടെങ്കിൽ പ്രസാദം തേക്കണം, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുമെന്നൊക്കെ ആയിരിക്കും കേട്ടേക്കണേ. പക്ഷെ ഇവിടെ അതൊന്നും നിങ്ങൾ കേട്ടില്ല. പകരം നിങ്ങളെക്കുറിച്ച് എറിയുന്ന ഒരു പിതൃഹൃദയമുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്. യേശുക്രിസ്തു വന്ന് ഇവിടെ ഒരു മതം സ്ഥാപിച്ചില്ല. പകരം യേശുക്രിസ്തു വന്ന് നമുക്കെല്ലാവർക്കും നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് പറഞ്ഞു തരികയായിരുന്നു. ആ പിതാവ് സ്നേഹനിധിയാണ് എന്നും നിങ്ങൾക്ക് എല്ലാം തരുവാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ട് എന്ത് തിന്ന് എന്ത് കുടിക്കുകയും എന്ത് ധരിക്കും എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ട. ആ പിതാവിനോട് കൂടെ ജീവിക്കാനായിട്ട് മുമ്പേ ദൈവരാജ്യം, ആ അപ്പൻ്റെ രാജ്യം നിങ്ങൾ അന്വേഷിക്കണം. മീൻസ് അപ്പൻ്റെ ഒരു ഭരണക്രമമുണ്ട്, ഒരു ഹെറാർക്കി ഉണ്ട്. ആ ഹെറാർക്കി എന്ന് വെച്ചാൽ ഭരണശ്രേണി. മനസ്സിലാവുന്നുണ്ടോ? ആ ശ്രേണിയാണ് അധികാര ശ്രേണി. ആ ശ്രേണി നീ അന്വേഷിച്ചിട്ട് ആ ശ്രേണിയിൽ നിന്റെ ഭാഗം എവിടെയാണോ അപ്പൻ ഒരുക്കിയിരിക്കുന്നത് അങ്ങോട്ടേക്ക് നീ പ്രവേശിച്ചോളണം. ഹല്ലേലൂയ. നീ അവിടെ പ്രവേശിച്ചില്ലെങ്കിൽ നിനക്ക് പകരം വേറൊരാളോടെ കയറും. നിന്റേത് ആരും എടുക്കാതിരിപ്പാൻ സൂക്ഷിച്ചോളണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൂടാരം പോലെ നിങ്ങൾക്ക് മനസ്സിൽ കാണാം. ഇതാണ് ബൈബിൾ പറയുന്ന അവസാനം, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ആ കൂടാരത്തിൽ നിനക്കും ഒരു സ്പേസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിനക്കും അവിടെ ഒരു സ്പേസ് ഉണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, ഇതാ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ വാസസ്ഥലം ഒരുക്കാൻ യേശു പോയിരിക്കുന്നു. ഇത് മനുഷ്യർക്ക് പറഞ്ഞാൽ സാധാരണ ജഡിക മനുഷ്യന് മനസ്സിലാകില്ല ഇത്. ഹല്ലേലൂയ. ആ പിതാവിൻ്റെ വാസസ്ഥലം ഇതാ സ്വർഗമാണ്. അപ്പോൾ തന്നെ പിതാവിൻ്റെ വാസസ്ഥലം ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പിതാവിൻ്റെ വാസസ്ഥലം സ്വർഗമാണ്. അപ്പോൾ തന്നെ പിതാവിൻ്റെ വാസസ്ഥലം ക്രിസ്തുവാണ്. ക്രിസ്തുവിനുള്ളിലുള്ള നീയാണ് പിതാവിൻ്റെ വാസസ്ഥലം. ഹല്ലേലൂയ. ആ വാസസ്ഥലം ഇന്നും ഒരുക്കപ്പെട്ടിട്ടില്ല. അത് ഒരുക്കപ്പെടണം. അതിനാണ് ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് പോയി നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ കുഞ്ഞുങ്ങളെ, അത് ഒരുക്കപ്പെട്ടാലേ നിനക്ക് ആ സ്പിരിച്വൽ ഹൈറാർക്കിയിൽ നിന്റെ സീറ്റ് ഉറക്കത്തുള്ളൂ. നിന്റെ സീറ്റ് ഉറക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ സീറ്റ് ഉറക്കത്തില്ല, നീ തള്ളി പുറത്തു പോകും. ഹല്ലേലൂയ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടി പക്ഷം പിടിച്ച് വാദിച്ച് നമ്മളുടെ സീറ്റ് ഒരുക്കുന്ന നമ്മളുടെ അഡ്വക്കേറ്റാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. കാരണം തന്നെ ഏൽപ്പിച്ച പ്രൊജക്റ്റ് തനിക്ക് പൂർത്തിയാക്കണം. എന്നിട്ട് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് തൽക്കാലം പറഞ്ഞതുപോലെ ഇനി അവസാനവും ഒരു ഫിനിഷ്ഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം തൻ്റെ പപ്പയ്ക്ക് കീഴടങ്ങിയിരിക്കാനായിട്ട്. പപ്പ കീഴടങ്ങിയിരിക്കുകയെന്ന് വെച്ചാൽ തൻ്റെ പ്രൊജക്റ്റ് കഴിഞ്ഞ് താനും ദൈവം സകലതുമാകേണ്ടത് തനിക്ക് സകലതും കീഴാക്കി തന്ന ദൈവത്തിന് താനും കീഴടങ്ങിയിരിക്കും. തന്നോടുള്ള ആദ്യത്തെ കൽപ്പന ഇതാ, അവർ ഭൂമിയെ വാഴട്ടെ. ഹല്ലേലൂയ. അവർ ഭൂമിയെ വാഴട്ടെ. ഇനി ആ നമ്മളെ കൊണ്ട് ഈ ഭൂമിയെ വാഴിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ദൈവരാജ്യം നമ്മളിലൂടെ ഈ ഭൂമിയെ വാഴണം. അപ്പം ഇവിടെ നിങ്ങൾ കേൾക്കുന്നത് കൂടുതലും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ചർച്ചകളിൽ കേൾക്കാത്ത, നിങ്ങളുടെ ആലയങ്ങളിൽ കേൾക്കാത്ത വേറൊരു കാര്യം കേൾക്കുകയാണ്. നിങ്ങളെ ഈ ലോകത്തിൻ്റെ ഭരണാധികാരികളാക്കി ദൈവരാജ്യത്തിലെ രാജാക്കന്മാരാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളിലും നിങ്ങളിലൂടെയും വാഴുകയാണ്. ദൈവത്തിന് നേരിട്ട് വേണമെങ്കിൽ ഭൂമിയോട് സംസാരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ 5 ദിവസങ്ങൾ ദൈവം നേരിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ ദൈവം ഭൂമിയോട് സംസാരിക്കുന്നതിന് പകരം ദൈവം മനുഷ്യനോട് സംസാരിക്കാൻ തുടങ്ങി. മനുഷ്യൻ ഭൂമിയോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടുക. എന്നാൽ ആ ഭരണം, ദൈവത്തിൻ്റെ ഭരണം പിടിക്കപ്പെട്ടു. മനുഷ്യനിലൂടെ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, മനുഷ്യൻ്റെ അനുസരണക്കേടും നിമിത്തം പിടിക്കപ്പെട്ടു. എന്നാൽ ക്രിസ്തുവിലൂടെ അത് പുനഃസ്ഥാപിച്ച് തിരികെ തരികയാണ്. ഇതുകൊണ്ടാണ് ഇന്നലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കേട്ടത്, അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ എന്നേക്ക് സദാകാലവും രാജ്യത്വം പ്രാപിച്ച് ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. വേണ്ടേ? ഏറ്റെടുക്കണ്ടേ?
ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ അതിൽ പ്രാധാന്യം കൊടുത്ത് വിശുദ്ധന്മാർ ഒരുക്കി കൊണ്ടുപോവുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന പിശാചുണ്ട്. ആ പിശാച് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഒന്ന്, ഇത് നിങ്ങൾ അറിയാതിരിക്കാൻ ശ്രമിക്കും. രണ്ട്, ഇത് നിങ്ങൾ അറിഞ്ഞത് തെറ്റായി അറിയാൻ ശ്രമിക്കാം. ഇന്നലെ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ അറിയാതിരുന്നെങ്കിൽ അത് നിങ്ങൾ ഇരുട്ടിലാണ്. പക്ഷെ നിങ്ങൾ തെറ്റായാണ് അറിയുന്നതെങ്കിൽ നിങ്ങൾ കൂരി ഇരുട്ടിലാണ്. ഹല്ലേലൂയ. അങ്ങനെ നല്ലൊരു പങ്കും ക്രിസ്തീയ സമൂഹത്തെ അവൻ കൂരി ഇരുട്ടിലാക്കി. ഇന്നത്തെ സമ്പ്രദായം കൊണ്ട് ജനത്തിന് ഇതൊന്നും അറിയുന്നില്ല, ക്രിസ്ത്യാനികൾ ഇതൊന്നും അറിയുന്നില്ല. പകരം അവരറിയുന്നത് എന്തുവാ? ദുഃഖവെള്ളിയാഴ്ച പള്ളി പോകണം. ഏത് കുടിയനും കഴിഞ്ഞ ദിവസം ആരോ ഒന്ന് ചോദിച്ചു, ഇത് ജീവിതത്തിൽ പള്ളി പോകാത്തവനാണ്, ദുഃഖവെള്ളിയാഴ്ച അവൻ പള്ളി പോകണം. ഒരു സ്ഥലത്ത് ദൈവം എൻ്റെ മാനേജ്മെന്റിൽ ഏൽപ്പിച്ച ഒരു സ്ഥലത്ത് അന്ന് എന്നോട് തലേ ദിവസം വിളിച്ചു പറഞ്ഞു, നാളെ രാമനും ശശിയും ഇന്ന പേരുകൾക്ക് പറ്റിട്ട് ഇവരാരും നാളെ പണിക്ക് ഇറങ്ങൂലെന്ന്. ഞാൻ എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നാളെ ദുഃഖവെള്ളിയാണെന്ന്. അപ്പൊ രാമനും ശശിയും ഒന്നും നാളെ പണിക്കിറങ്ങുന്നില്ല, കാരണം നാളെ ദുഃഖവെള്ളിയാണെന്ന്. അപ്പോൾ ജോസഫും പീറ്ററൊക്കെ പണിക്കിറങ്ങാൻ തയ്യാറായിരിക്കുക. അപ്പൊ രാമനും ശശിയും പണിക്കിറങ്ങില്ല. ഹല്ലേലൂയ. കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയാ? നാളെ ദുഃഖവെള്ളിയാ. അപ്പോ ഈ ഒരിക്കലും പള്ളി പോകാത്തവനും കള്ളുകൂടിയവനും തെമ്മാടിയും ദുഃഖവെള്ളിയാഴ്ച പള്ളി പോകും. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേക ഒരു ചിന്ത അകത്ത് ഇട്ടിരിക്കുക. അതായത് ഈ സംസ്കാരം അകത്ത് ഇട്ടിരിക്കുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, പള്ളി പോകണ്ടെന്നല്ല ഈ പറഞ്ഞേ. ആ പള്ളികളിലും കാര്യങ്ങളിലും ഒന്നും പറഞ്ഞു തരാത്ത അവിടുത്തെ സംഭവം എന്ന് പറയുന്നത് സ്തുതിക്ക്, ആരാധിക്ക്, നന്ദി പറയുക, നേർച്ച കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങുമ്പോൾ ഇവിടെ സ്തുതിക്കേണ്ടെന്ന് പറയുന്നില്ല, ആരാധിക്കേണ്ടെന്ന് പറയുന്നില്ല, പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുന്നില്ല. പകരം അതിനേക്കാൾ ഉപരി നിന്നെ ദൈവം സൃഷ്ടിച്ചാക്കിയ യഥാർത്ഥ പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം നിന്നെയും എന്നെയും ദൈവം ഉണ്ടാക്കിയത് ഈ ഭൂമിയുടെ ഭരണം ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കാനാണ്. ഹല്ലേലൂയ. അപ്പോൾ അതിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് നിങ്ങളെ കാര്യങ്ങൾ തെറ്റായി ധരിപ്പിച്ച് തെറ്റായ ദിശയിലേക്ക് ഒരു ഭക്തി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പുറകെ അങ്ങ് പൊക്കോളൂ. ഈ ദുഃഖവെള്ളിയാഴ്ച ഇങ്ങനെയൊക്കെ പുറകെ പോയി മാസം കുറച്ച് അധികം ദുഃഖവെള്ളിയാഴ്ചയൊന്നും കൂടാൻ പറ്റത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 30 ദുഃഖവെള്ളി, അല്ലെങ്കിൽ 40, അല്ലെങ്കിൽ 50, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ദുഃഖവെള്ളി, അത്രയും കൂടിയിട്ട് ഇവിടെ ഒടുങ്ങാം. മനസ്സിലായോ? എന്നാൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ യേശുവിൻ്റെ ആലോചന, മക്കളെ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക. കാരണം നിന്നെ ദൈവം ഉണ്ടാക്കിയത് ഭൂമിയിൽ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ ഒരു സീറ്റ് നിനക്കുണ്ട്. മനസ്സിലായോ? ഒരു സീറ്റുണ്ട്. ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു 100 മന്ത്രിമാർക്ക് സീറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ 400 പേർക്കാണ് സീറ്റെങ്കിൽ എത്ര ആയിക്കോട്ടെ, ആ ഒരു സീറ്റ് നീ ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോ കേരളത്തിൽ കുറെ, എനിക്ക് തോന്നുന്നു എത്രയാ, 16 or 20 പേരങ്ങണ്ട് ഇപ്പോൾ വരുന്ന ഇലക്ഷൻ അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നുണ്ട് അല്ലേ? എത്ര പേരാ? 20, 21. അപ്പൊ എത്ര ആയിക്കോട്ടെ, അപ്പൊ അത്രയും സീറ്റ് കേരളത്തിൽ നിന്ന് അവിടെ ചെല്ലേണ്ടതായിട്ടുണ്ട് ഡൽഹിക്ക്, ഇല്ലേ? അപ്പൊ ആ സീറ്റ് ഇവര് എന്നിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. അതാ ഭരണ ശ്രേണിയാണ്, അധികാര ശ്രേണിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളും ഈ ദൈവത്തിൻ്റെ ഭൂമിയുടെ ഭരണകൂടത്തിൽ ഒരു സീറ്റ് അലങ്കരിക്കേണ്ട ആളാണ് ഇരിക്കണേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കർത്താവ് പറയണത്, ആ ഹൈറാർക്കി നീ അന്വേഷിക്കുക, നീ മനസ്സിലാക്കുക, നിനക്ക് വേണ്ടി അത് മുന്നൊരുക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ അവിടെ എത്തിച്ചേരണം. അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടി എന്തായിരിക്കും ശ്രമിക്കുന്നത്? ഇതൊന്നും നീ അറിയരുത്. പിശാചാണ് ഇന്ന് സർവ്വലോകവും വാഴുന്നത്. ഇന്ന് അവൻ്റെ ഗവൺമെൻറ്റാ, പിശാചിൻ്റെ ഗവൺമെൻറ്റാ. അപ്പോൾ നീ ഇതൊന്നും അറിയരുത്. നീ ഇങ്ങനെ ഈ ദുഃഖവെള്ളിയാഴ്ചയും അതും ഇതൊക്കെ പറഞ്ഞ് വല്ലപ്പോഴൊക്കെ ഒന്ന് പള്ളിയിൽ പോയിട്ട് നീ അങ്ങനെ അവസാനിപ്പിക്കണം. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. നീ ഒരു ഭക്തിയുടെ മാർഗം, നീയാണ് അടുത്ത ഭൂമിയുടെ രാജാവ് എന്നൊന്നും നീ അറിയരുത്, നീ മനസ്സിലാക്കരുത്. നിനക്ക് വേണ്ടി ദൈവം ഇതൊക്കെ ഒരുക്കിയിരിക്കുന്നുള്ള കാര്യം നീ അറിയരുത്. നീ വേറൊരു തലമാണ്, വേറൊരു തലത്തിലേക്ക് നിന്നെ കൊണ്ടുപോവുക. അപ്പോൾ ഇതിൻ്റെ നടുവിലാണ് ഈ പുസ്തകത്തിൻ്റെ പേര് സത്യവേദ പുസ്തകം എന്നാണ്. സത്യവേദ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിലെ സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് നമ്മളെ ദൈവം അയച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. ഈ സത്യവേദ പുസ്തകം യഥാർത്ഥത്തിൽ സ്വർഗത്തിലുണ്ട്. ആ സ്വർഗത്തിലുള്ള പുസ്തകത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ പുസ്തകം ചെറുതായി വർദ്ധിച്ചു. നേരത്തെ ഈ പുസ്തകം ഇല്ലായിരുന്നു. പെന്റാറ്റുക്ക് എന്ന് പറഞ്ഞാൽ 5 പുസ്തകമാണ്. മോശയുടെ പുസ്തകം അതാണ് ആദ്യം വന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ ഇതാ ആഡ് ചെയ്യപ്പെടുകയായിരുന്നു. ഓരോ പ്രവാചകന്മാരുടെയും ന്യായാധിപന്മാരുടെയും ഒക്കെ പുസ്തകങ്ങൾ ആഡ് ചെയ്ത് വലുതായിട്ടാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ പഴയ നിയമമെന്ന് നമ്മൾ പറയുന്ന പഴയ ഉടമ്പടി ഉണ്ടായത്. ഹല്ലേലൂയ. വീണ്ടും യേശുക്രിസ്തു തൻ്റെ ദൈവപുത്രന്റെ പുത്രനായ യേശുക്രിസ്തു വന്നതിന് ശേഷം ഇതാ വീണ്ടും പുതിയ നിയമമെന്ന് തെറ്റായി നമ്മൾ പറയുന്ന പുതിയ ഉടമ്പടി ഉണ്ടായത്. ആ പുതിയ ഉടമ്പടി ഉണ്ടായപ്പോൾ ഈ പുസ്തകം വീണ്ടും വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ പതിപ്പ് പൂർണ്ണമായ ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. അതിൻ്റെ പേരാണ് സത്യത്തിൻ്റെ പുസ്തകം. ഹല്ലേലൂയ. ഇതിൻ്റെ നമ്മളുടെ ഈ പുസ്തകത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുസ്തകം. യഹോവയുടെ വചനത്തിൽ അന്വേഷിച്ച് നോക്കുക എന്ന് പറയുന്നത് ഇതിൽ ഇണയില്ലാതിരിക്കുകയില്ല എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കൂടാരത്തിൽ നമ്മളുടെ സ്ഥാനം ഏതെന്ന് മനസ്സിലാക്കുക. വെളിപ്പാട് പുസ്തകം 21:3 ബൈബിള് തീരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. കൂടാരത്തിൽ ദൈവം മാത്രമല്ല, കൂടാരത്തിൽ ക്വാളിഫൈ ചെയ്യപ്പെട്ട എല്ലാ മനുഷ്യരും അവിടെയുണ്ട്. അവരാണ് പുതിയ മനുഷ്യർ അല്ലെങ്കിൽ ദൈവപുത്രർ. Lord, I love you. Give it glory. Hallelujah. ഇന്നലെ നമ്മൾ കണ്ട രംഗമാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നത്. ഇതിൽ അവസാനം ദൈവം തൻ്റെ വംശത്തെ അന്വേഷിക്കുന്നു. ദൈവം തൻ്റെ വംശത്തെ അന്വേഷിക്കുന്നു. ദൈവത്തിന് ഒരേ ഒരു മകനാണ്, അതാണ് ക്രിസ്തു. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൻ്റെ ജനറേഷന് ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപമുള്ള മക്കളെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതുണ്ടോ, നിങ്ങൾ ഫണല് പോലെ ഇരിക്കണേ, ഇത് നമുക്ക് തിരിച്ചിടാം. നോക്കിയോ, ഉണ്ടോ? സ്വകീയ പിതാവ് മുകളിൽ, ക്രിസ്തു താഴെ, ഇതാ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ താഴെ. ഇതാണ് ദൈവത്തിൻ്റെ കൂടാരം. ഇതിൽ ഒരു സ്ഥാനം ആർക്കുണ്ട്? ഒരു സ്ഥാനം ശശിക്കുണ്ട്. മനസ്സിലായോ? ഒരു സ്ഥാനം സുമയ്ക്കുണ്ട്, ഒരു സ്ഥാനം ദൊരോത്തിക്കുണ്ട്, ഒരു സ്ഥാനം അഭിലാഷിനുണ്ട്, ഒരു സ്ഥാനം അബിഹേലിനുണ്ട്, ആമോസിനുണ്ട്, ഷാജിക്കുണ്ട്. ഓരോരുത്തർക്കും ഇതിലൊരു സ്ഥാനമുണ്ട്. ഇതാണ് കർത്താവിൻ്റെ വചനം ഇടയ്ക്ക് പറയുന്നത്, നിനക്കുള്ളത് മറ്റാരും എടുക്കാതിരുപ്പാൻ സൂക്ഷിച്ചോളൂ. നീ ആ സ്ഥാനത്ത് വരുന്നില്ലെങ്കിൽ വേറൊരാൾ കയറി വരും. ഹല്ലേലൂയ. അപ്പോ ഇത് അന്വേഷിക്കാനാണ്. ഇതൊരു ഹൈറാർക്കിയാണ്, ഇതാണ് ഭരണശ്രേണിയാണ്. ഹല്ലേലൂയ. ഭരണശ്രേണി. ഈ ഭരണശ്രേണിയിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണം. ഓരോരുത്തരും അവനവൻ്റെ നിലയിൽ. അപ്പൊ ഈ കൊച്ചു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റാണ്. ഇതിൽ ഏത് ശ്രേണിയിൽ എത്തിച്ചേരണം? ഈ ശ്രേണിയിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും നിൽക്കാൻ വേണ്ടിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയുമായി സെബദീ പുത്രന്മാർ എത്തിയത്. പക്ഷെ കിട്ടിയില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, പ്രാർത്ഥനയിലൂടെ ഈ സ്ഥാനം കിട്ടൂല. മനസ്സിലായോ? പ്രാർത്ഥനയിലൂടെ സ്ഥാനം കിട്ടില്ല. പ്രാർത്ഥിക്കണം, നല്ലതാ. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്കിതിൻ്റെ മെത്തേഡ് പറഞ്ഞു തരും. എങ്ങനെ ഇത് കിട്ടും എന്നുള്ള മെത്തേഡ് നമുക്ക് പറഞ്ഞു തരും. യേശുക്രിസ്തു അന്ന് മെത്തേഡ് പറഞ്ഞു കൊടുത്തു. ഇത് തരാൻ എനിക്ക് അധികാരമില്ല, പക്ഷെ ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്, നീ പാനപാത്രം കുടിക്കാൻ തയ്യാറാണോ? പാനപാത്രം കുടിക്കാൻ പ്രിൻസൊപ്പത്തിനൊപ്പം ഓട്ടോ എത്താൻ പറ്റുന്നുണ്ടോ? ഓക്കെ, പാനപാത്രം കുടിക്കാൻ തയ്യാറ്. പാനപാത്രം എന്ന് പറഞ്ഞാൽ സഹനത്തിലൂടെ കടക്കാൻ, ദൈവഇഷ്ടപ്രകാരം ദൈവഇഷ്ടം നടത്തിയെടുക്കുവാൻ നീ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ പിശാചിന്റെ മനുഷ്യരും നിനക്കെതിരെ കടന്നു വരും. അപ്പോ നീ എന്ത് ചെയ്യണം? അവിടെ നിന്റെ ഇഷ്ടത്തെ ത്യജിച്ച് അതിലൂടെ സഹിച്ച് കടന്ന് പോകാൻ തയ്യാറാകണം. ഇതാണ് പാനപാത്രം എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ ശാസിച്ച്, എൻ്റെ പിതാവ് തരുന്ന പാനപാത്രം കുടിക്കണ്ടയോ ഞാൻ? നീ എന്താ ഈ പറയണത് കുടിക്കേണ്ടത്? അപ്പോ പിശാചേ എന്ന് പറഞ്ഞ് പത്രോസിനെ ശാസിക്കുന്ന രംഗമുണ്ട്. നീ എനിക്കൊരു ബ്ലോക്ക്, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ മീ. എൻ്റെ അപ്പൻ പറഞ്ഞ ഇഷ്ടം ചെയ്യുന്നതിന് തടസ്സമാണ് നീ. ആര്? പാസ്റ്റർ. മനസ്സിലായോ? നീ പോ എന്നാണ് യേശു ക്രിസ്തു പത്രോസിനോട് പറഞ്ഞു. അതിനു മുമ്പാണ് യേശു ക്രിസ്തു പത്രോസിനെ ഓർഡൈൻ ചെയ്തത്. പക്ഷേ ഇപ്പോൾ പത്രോസ് നേരെ യേശുവിൻ്റെ എതിര് നിൽക്കുകയാണ്, ദൈവ ഇഷ്ടത്തിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഈ പാനപാത്രം. അപ്പോൾ മുമ്പിലിരിക്കുന്ന പാനപാത്രം എന്താ? മുമ്പിലിരിക്കുന്ന പാനപാത്രമാണ് ക്രൂശീകരണത്തിലൂടെ താൻ കയറിപ്പോണം. പക്ഷേ ഇതാ പത്രോസ് പറയുകയാണ്, നീ അതിലൂടെ കയറി പോകണ്ട. പക്ഷെ യേശു അതിനെ സപ്പോർട്ട് ചെയ്ത് പോവുകയല്ല ചെയ്തേ, അവനെ ശാസിച്ചു. നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, മനുഷ്യൻ്റെതാണ് കരുതുന്നത്. അപ്പോൾ സബദി പുത്രന്മാർക്ക് ഈ മെത്തേഡ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കിട്ടാനുള്ള മെത്തേഡ് എന്ന് പറയുന്ന പാനപാത്രം കുടിക്കണം. എന്നിട്ട് യേശു തൻ്റെ മുന്നറിവിൽ പറയുകയാണ്, നിങ്ങളത് കുടിക്കും, പാനപാത്രം കുടിക്കും, അത് സഹനത്തിലൂടെ കടന്നു പോകും. എങ്കിലും ഇടത്തും വലത്തും ഇരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് കഴിയില്ല. അതൊക്കെ തരുന്നത് ആരാ? പിതാവാണ് അതൊക്കെ തരുന്നത്. ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ യേശു അല്ല പിതാവെന്ന്? ക്ലിയർ അല്ലേ? ഹല്ലേലൂയ. യേശു അല്ല പിതാവെന്ന് വളരെ ക്ലിയർ ആണ്. ഹല്ലേലൂയ. രണ്ടുപേരും അധികാരത്തിൽ ഒപ്പത്തിനൊപ്പം അല്ലെന്ന് മനസ്സിലായില്ലേ? ഹല്ലേലൂയ. സോ ക്ലിയർ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായ സെറ്റപ്പുകൾ എന്ത് ചെയ്യുക? ദൈവവചനത്തെ ക്യാൻസൽ ചെയ്യുക. നമ്മളുടെ എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും ശ്രദ്ധിക്കുക, നമ്മളുടെ ഒരു തിയോളജിയും നമ്മളുടെ ഒരു ട്രഡീഷണൽ പാരമ്പര്യ ഉപദേശങ്ങളും ഡോക്ട്രിൻസ് അതൊന്നും ഈ ബൈബിളിലെ ഒരു വചനത്തെയും ക്യാൻസൽ ചെയ്യരുത്. ക്യാൻസൽ ചെയ്താൽ സ്വർഗത്തിലെ ദൈവം നിന്നെയും ക്യാൻസൽ ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടോളാം. നമ്മളുടെ ട്രഡീഷൻസ്, നമ്മളുടെ പാരമ്പര്യം, നമ്മളുടെ ഉപദേശങ്ങൾ ദൈവവചനത്തിലെ ഒരു വചനത്തെയും ക്യാൻസൽ ചെയ്യരുത്, നിർവീര്യമാക്കരുത്. നിർവീര്യമാക്കിയാൽ നമ്മൾ വെറുതെ ദൈവത്തെ സേവിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കല്ല, യേശുക്രിസ്തു പറഞ്ഞ വാക്കാ. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ സേവിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യേശു റീകോട്ട് ചെയ്തു പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് ദൈവവചനത്തെ, മത്തായി 15 ദൈവവചനത്തെ ദുർബലമാക്കുന്നത് കൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ ഭജിക്കുന്നു. അവസാനം ഞാൻ നിങ്ങളെ തള്ളിക്കളയും. കാരണം നിങ്ങൾ ദൈവവചനത്തെ നിങ്ങൾ തള്ളി. ഒരു രാഷ്ട്രത്തിന്റെ നിയമത്തെ തള്ളിക്കളയുന്ന ഒരുവനെ ആ രാഷ്ട്രത്തിൽ വെച്ചോണ്ടിരിക്കത്തില്ല. ഇപ്പൊ ഇന്ത്യയുടെ നിയമങ്ങൾ എഴുതിയ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളുടെ നിയമങ്ങൾ വെച്ചാണ് വക്കീലുമാർ കോടതിയിൽ വാദിക്കുന്നത്. സാധാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വാദിക്കുക. അപ്പോൾ ഒരുത്തൻ ആ നിയമങ്ങളെ ക്യാൻസൽ ചെയ്യുക, അവനെ ഇന്ത്യ ഗവൺമെന്റ് വെച്ചോണ്ടിരിക്കത്തില്ല. ആ നിയമത്തിന്റെ കീഴിലായിരിക്കണം എല്ലാവരും. ക്യാൻസൽ ചെയ്യുവാൻ അധികാരമില്ല. ഇതാ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മനുഷ്യ പാരമ്പര്യം കീപ്പ് ചെയ്യാൻ വേണ്ടി ദൈവവചനത്തെ തള്ളുന്നത് നന്നായി. അതിൻ്റെ അർത്ഥം കോളുണ്ടെന്ന്. നമ്മളുടെ ഒരു ട്രഡീഷനും ബൈബിളിലെ വചനത്തെ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. പകരം നമ്മളുടെ എല്ലാ പ്രവൃത്തിയും വാക്കുകളും ബൈബിളിലെ വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഹല്ലേലൂയ. എസ്റ്റാബ്ലിഷ് ചെയ്യണം. ബൈബിളിലെ വചനത്തെ ക്യാൻസൽ ചെയ്യരുത്, എസ്റ്റാബ്ലിഷ് ചെയ്യണം. എല്ലാ മക്കളും ദൈവമക്കളും ശ്രദ്ധിച്ചോ. ഇതുവരെ അറിയത്തില്ല എങ്കിൽ ഇന്ന് അറിഞ്ഞു മാറിക്കും. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇനി കയറാൻ പോകുന്ന ആ ഭാഗത്തേക്ക്, നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം. ഓ ഫാദർ, വി താങ്ക് യു. ഓ ഫാദർ, ലോർഡ്, ഐ ലവ് യു. അതിന്റെ 1 മുതൽ വായിച്ചു.
അനന്തരം യെരൂശലേമിൽ നിന്നും പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്ന്, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? വളരെ പ്രാധാന്യം. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? ഇത് ആരാണെന്നറിയാമോ ഈ സംസാരിക്കണേ? കർത്താവ് യേശുവാ സംസാരിക്കണേ. സ്വർഗസ്ഥ പിതാവ് മാനവരാശിയെ ന്യായം വിധിക്കുവാൻ ഏൽപ്പിച്ചിട്ടുള്ള ജഡ്ജാണ് സംസാരിക്കുന്നത്. ദൈവപുത്രനാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. സമ്പ്രദായം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുകയല്ല വേണ്ടത്, ദൈവകൽപ്പന എസ്റ്റാബ്ലിഷ് ചെയ്യാണ് വേണ്ടത്. ഹല്ലേലൂയ. ദൈവകൽപ്പന ലംഘിക്കുന്ന സമ്പ്രദായം ആണെങ്കിൽ അതങ്ങ് മാറ്റിക്കൊള്ളണം. ഒരു ദൈവവചനത്തെയും നമ്മൾ അല്ലാതെയാക്കരുത്. ദൈവത്തിന്റെ വചനമാണ് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത്. പകരം അന്നത്തെ അവരുടെ ഒരു രംഗം എന്ന് പറയുന്നത് അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് ഞങ്ങൾ പള്ളിക്ക് കൊടുത്തു, അതുകൊണ്ട് ഇനി അപ്പനും അമ്മയെ നോക്കണ്ട എന്നൊരു സമ്പ്രദായം കൊണ്ട് ഈ വചനത്തെ അങ്ങ് തള്ളി. സ്വർഗത്തിലെ ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. അതാണ് അവിടെ താഴെ എഴുതിയിരിക്കുന്നത്. താഴേക്ക് വായിച്ചേ. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയെയോ ദുഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ ഒരുത്തൻ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്കെന്നാൽ ഉപകാരമായി വരണ്ടേത് വഴിപാടെന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളിപ്പോ നമ്മുടെ ജീവിതം ഇവിടെ തീരും, മരിച്ച് നമ്മളിവിടുന്ന് പോകും. ഈ കാറ്റഗറിയിൽ നമ്മൾ പെടരുത്. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. സാധാരണ ഇന്ന് പല പല കാര്യങ്ങൾ ദൈവസഭയിലേക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് സമ്പ്രദായമായി കൊണ്ടുപോയി ദൈവവചനത്തെ ദുർബലമാകുക. ദൈവവചനം പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ദുർബലമാക്കിയിട്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മളെ ദൈവം തൻ്റെ അധികാര ശ്രേണിയിൽ സ്വന്തം കുടുംബത്തിലേക്ക് തന്നെ നമ്മളെ ഒന്നാക്കുന്ന, നമ്മൾക്ക് പൗരത്വം നൽകി നമ്മളെ ചേർക്കുന്ന ദൈവവചനത്തിൽ കാണുന്ന ത്രിയേക പ്രവർത്തനം. ദൈവവചനത്തിൽ കാണുന്ന ത്രിയേക പ്രവർത്തനം. ത്രിയേകം എന്ന വാക്ക് ബൈബിളിലില്ല, ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിലില്ല, പക്ഷെ ത്രിയേക പ്രവർത്തനമുണ്ട്. നമ്മളെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ചേർത്ത് നമ്മളുമായി ദൈവം ഒന്നായിത്തീരുന്ന ത്രിയേക പ്രവർത്തനം. ആ പ്രവർത്തനം പറയുമ്പോൾ ഒരൊറ്റ വചനം പോലും ക്യാൻസൽ ആവില്ല. എല്ലാ വചനവും എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ഇതുവരെ പഠിച്ച പാരമ്പര്യമായ ത്രിയേകം അത് പടാന്നും പറഞ്ഞുകൊണ്ട് ബൈബിളിൽ അനേക വചനത്തെ പൊട്ടിച്ച് കളയും. മാലപ്പടക്കം പൊടണ പോലെ വചനങ്ങളെ ക്യാൻസൽ ചെയ്ത് കളയും, ദുർബലമാക്കും. എന്നാൽ വിശുദ്ധ ബൈബിളിലുള്ള ദൈവത്തിന്റെ ത്രിയേക പ്രവർത്തനം ഒരൊറ്റ ബൈബിൾ വചനത്തെ പോലും ക്യാൻസൽ ചെയ്യത്തില്ല. പകരം എല്ലാ ബൈബിൾ വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിലൂടെ നമ്മൾ ക്രിസ്തുവിൽ സ്വർഗീയ പിതാവുമായി ഒന്നായി മാറും. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അപ്പൊ ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മത്തായി 15:6 ന്യായാധിപനായ ക്രിസ്തു പറയുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഒരു രാഷ്ട്രത്തിന്റെ, ഒരു രാഷ്ട്രമല്ല, ദി നേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ഏറ്റവും പ്രബലമായ സർവരാഷ്ട്രങ്ങളെയും വഹിക്കുന്ന ദൈവരാജ്യം, ആ രാഷ്ട്രത്തിന്റെ നിയമത്തെ ദുർബലമാക്കുന്ന ചിലർ. ഹല്ലേലൂയ.
ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ, ട്രഡീഷനാൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. അവർക്ക് ദൈവം ഒരു ഇരട്ട പേരിട്ടു. ആ ഇരട്ട പേര് ദൈവപുത്രൻ വിളിച്ചു പറയാണ്, കപട ഭക്തിക്കാരേ. ഭക്തിക്കാരാണോ? അതെ. പക്ഷെ എന്ത് ഭക്തിയാ? കപട ഭക്തിക്കാരെ, നിങ്ങളെക്കുറിച്ച് യേശയ്യാവ്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ ട്രഡീഷണൽ ഉപദേശങ്ങൾ കയറി പഠിപ്പിച്ച എന്നെ സംഭവിക്കും? ഈ ആരാധനയും ഈ പ്രാർത്ഥനയും ഈ പാട്ടും ഒക്കെ വെറുതെയാ. നീ ശമ്പളമില്ലാത്ത ജോലി ചെയ്യുന്നത് പോലെ അവസാനം കർത്താവായ യേശു പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറയും. ഇത് വ്യക്തതയോടെ ഇവിടെ പറയുക. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഈ കോൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും, ഇത് കേട്ടിട്ടും അറിഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേന്നും പറഞ്ഞ് കിടന്നുറങ്ങുന്ന ആളുകളെ പോലെയാണ് ഇന്ന് അനേകരും. ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം, അറിഞ്ഞിട്ടേ ഇല്ല. ഈ ഒരു വചനം കൊണ്ടായിരിക്കും ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും ശിക്ഷിക്കപ്പെടുന്നത്. ഇത് അറിഞ്ഞിട്ടും ട്രഡീഷൻസ് പഠിപ്പിക്കാൻ എന്ത് ധൈര്യം! ആ ട്രഡീഷൻസ് ദൈവവചനത്തെ ദുർബലമാക്കിയാൽ അവന്റെ കാര്യം പോക്കാ. ദൈവവചനത്തെ ദുർബലമാക്കാൻ മനുഷ്യ നീ ആരാ? പ്രപഞ്ച സൃഷ്ടിതാവിന്റെ വചനങ്ങളെ ദുർബലമാക്കുന്നു. വചനത്തിന് അതിൻ്റെതായ രീതിയുണ്ട്. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന് പറയുമ്പോൾ അതിനൊരു ഹൈറാർക്കി ഉണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പാണ് നാം മനസ്സിലാക്കുന്നത്. ആ സെറ്റപ്പ് വരുമ്പോൾ അതൊരു ത്രിയേക പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ്. എല്ലാ നല്ല ദാനവും, യാക്കോബ് 1:17 പറയും, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പോ ആ കൂടാരത്തിന്റെ ഏറ്റവും ടോപ്പ് നിൽക്കണ ആരാന്നറിയാമോ? സ്വർഗസ്ഥനായ പിതാവാണ്. ഹല്ലേലൂയ. യാക്കോബ് 1:17 വായിച്ചു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇതാ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാ? സ്വർഗസ്ഥ പിതാവാണ്. യേശു ക്രിസ്തുവിന്റെ അപ്പൻ, നമ്മളുടെ അപ്പനിൽ നിന്നാണ് എല്ലാ വചനവും, എല്ലാ തികഞ്ഞ കാര്യങ്ങളും ഇറങ്ങി വരുന്നത്. അപ്പൊ ഇവിടെ വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യണത്, ഇത് വചനത്തെ തട്ടിക്കളയല്ല, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ആ ഇറങ്ങി വരുന്നത് ഇതാ നേരെ കൊടുക്കുന്നത് വേറെ ആർക്കുമല്ല, തൻ്റെ പുത്രനായ ക്രിസ്തുവിനാണ്. തൻ്റെ പുത്രനായ ക്രിസ്തുവിനാണ് ഇറങ്ങി വരുന്നത്, കൊടുക്കുന്നത്. തുടർന്ന് അതുകൊണ്ടാണ് ക്രിസ്തു യേശു പ്രവർത്തിക്കുന്നത്. ആ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ചിന്തകൾ, പിതാവിന്റെ ചിന്തകൾ ക്രിസ്തുവിന് കൊടുക്കുന്നു. അത് കൽപ്പനയായിട്ടാണ് കൊടുക്കുന്നത്, നടത്തിയെടുക്കാനാണ് കൊടുക്കുന്നത്. അവർ ഭൂമിയെ വാഴട്ടെ. എന്നാൽ ഈ യാത്രയില് ഈ മനുഷ്യരുടെ അനുസരണക്കേട് നിമിത്തം ഇവരെ ഇന്ന് മരണം വാഴുകയാണ്. അപ്പൊ മരണം എന്ന പൈശാചിക ശക്തിയെ മാറ്റിയിട്ട് ഈ കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഈ മക്കൾക്ക് വീണ്ടും തിരിച്ച് ഭൂമിയുടെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കണം. അത്യുന്നതനായ വിശുദ്ധന്മാർ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കണം. അപ്പോൾ വീണ്ടും സ്വർഗീയ പിതാവ് പുത്രനോട് പറയാണ്, ഞാനത് റെഡിയാക്കി തരാം. 110 സങ്കീർത്തനം 1 വാക്യം.
ഇതൊക്കെ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ്. പിതാവ് പറയാണ്, ഞാനത് ശരിയാക്കി തരാം. ഞാനത് ശരിയാക്കി തരുന്നത് വരെ നീ എന്റെ വലതുഭാഗത്തിരിക്കെ എന്ന് പുത്രനോട് കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. വായിക്കേ. യഹോവ എന്റെ കർത്താവിനോട്, യഹോവ എന്റെ കർത്താവിനോട്, സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനോട് അരുളി ചെയ്യുന്നു, കൽപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അരുളി ചെയ്യുന്നു, കൽപ്പിക്കുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം, ഞാൻ അത്യുന്നതനായ ദൈവമായ നിന്റെ അപ്പനായ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ശ്രദ്ധയോടെ കേൾക്കുക. ഹല്ലേലൂയ. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. ആരോട് കൽപ്പിക്കുന്നു? സ്വർഗീയ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവോട് കൽപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തുവോട് കൽപ്പിക്കാൻ അധികാരമുള്ള ഒരാളുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു ഉണ്ട്. അങ്ങനെയെങ്കിൽ ട്രഡീഷണൽ ട്രിനിറ്റി അവിടെ പരാജയപ്പെടുന്നു. ശ്രദ്ധിക്കുക. ട്രഡീഷണൽ പാരമ്പര്യ ട്രിനിറ്റി അവിടെ പരാജയപ്പെടുന്നു. പാരമ്പര്യ ട്രിനിറ്റിയുടെ വിഷയം എന്ന് പറയുന്നത്, ആ പാരമ്പര്യ ട്രിനിറ്റിയിൽ മുന്നോട്ടേക്ക് പോയാൽ ഒരിക്കലും ദൈവരാജ്യം സ്ഥാപിതമാകില്ല മനുഷ്യഹൃദയങ്ങളിൽ. പാരമ്പര്യ ട്രിനിറ്റിയുടെ പ്രത്യേകത അതാണ്. പാരമ്പര്യ ട്രിനിറ്റിയിൽ നിൽക്കുന്നത് 3 തുല്യരായ ആളുകളാണ്. ഹല്ലേലൂയ. 3 തുല്യരായ ആളുകളാണ് പാരമ്പര്യ ട്രിനിറ്റിയിൽ നിൽക്കുന്നത്. തുല്യരായ ആളുകൾ ആരോടെങ്കിലും കൽപ്പിക്കുമോ? തുല്യരായ ആളുകൾ പരസ്പരം സംസാരിക്കും, കൽപ്പിക്കില്ല. ഹല്ലേലൂയ. ഇത് പിതാവ് പുത്രനോട് കൽപ്പിക്കുകയാണ്. കൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ ഒന്നുകൂടി വായിച്ച്. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം. അപ്പൊ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും. അപ്പൊ നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കാനുള്ള ആ വാക്കിൽ തന്നെ അറിയാം ആ കഴിവ് ആർക്കില്ല. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ശത്രുക്കളെ പാദപീഠമാക്കാനുള്ള കഴിവ് ആർക്കില്ല? നിനക്കില്ല. പക്ഷെ എനിക്ക് ആ കഴിവുണ്ട്. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ആ പിതാവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ പിടിച്ചു പറിക്കാൻ ആർക്ക് കഴിയുകയില്ല. എന്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. ഈ വാക്കുകൾ ഒന്നും പാരമ്പര്യ ട്രിനിറ്റി പറയുകയുമില്ല. ഈ വചനങ്ങളെല്ലാം ദുർബലമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും വചനം ബൈബിളിൽ ഇല്ല എങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കണം. ഹല്ലേലൂയ. എന്റെ ഉദ്ദേശം ഒരാൾ തെറ്റെന്നോ ഒരാൾ ശരിയെന്നോ പറയല്ല. എന്റെ ഉദ്ദേശം എന്റെ സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവ് യേശുവിന്റെയും ഉദ്ദേശമാണ്. എന്റെ ഉദ്ദേശം ദൈവരാജ്യം നമ്മളിലൂടെ ഭൂമിയിലും സ്ഥാപിതമാകണം. പിശാചിന്റെ കിങ്ഡം ഇവിടെ നിന്ന് അതിനായി മാറ്റപ്പെടണം. ഇതാണ് പിതാവ് പുത്രനോട് പറയുന്നത്. പിശാചിന്റെ കിങ്ഡം, നിന്റെ ശത്രുക്കൾ പിശാച, ആ കിങ്ഡത്തെ മാറ്റി ഞാൻ നിന്റെ കിങ്ഡത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനു വേണ്ടി നീ എന്ത് ചെയ്യണം? എന്റെ വലതുഭാഗത്ത് ഇരിക്കുക. ഇന്നും യേശു കാൽവരി ക്രൂശിലെ യാഗം കഴിഞ്ഞിട്ടും പിതാവിന്റെ കൽപ്പന പ്രകാരം പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുക. ഇന്നും പിശാചാണ് സർവ്വലോകവും വാഴുന്നത്. ഗവൺമെന്റ് മാറിയിട്ടില്ല. ഇതുകൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചത്. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിൽ എന്തുപോലെ ഭൂമിയിൽ നിറവേറണമേ എന്ന് ആര് പ്രാർത്ഥിക്കണം? നമ്മൾ പ്രാർത്ഥിക്കണം. അതിന്റെ അർത്ഥം ഇന്നും ദൈവത്തിന്റെ കിങ്ഡം അല്ല ഭൂമിയിൽ വന്നിരിക്കണേ, പകരം പിശാചിന്റെ കിങ്ഡമാണ് സർവ്വലോകവും വാഴുന്നത്. ആ കിങ്ഡത്തെ മാറ്റി ദൈവത്തിന്റെയും തന്റെ പുത്രനായ ക്രിസ്തുവിന്റെയും കിങ്ഡം ഇവിടെ വരണം. വെളിപ്പാട് 11:15 വരുമ്പോൾ വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം, 7ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഈ ലോകത്തിന്റെ ഭരണം പിശാചിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ മകനായ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് കയറി വരും. വായിക്കേ. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ
ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഏഴാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഈ ലോകം, ഇന്ന് പിശാചു വാഴുന്ന ഈ ലോകം സ്വർഗസ്ഥ പിതാവിന്റെ, ഇതാണ് നമ്മുടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്, സ്വർഗസ്ഥ പിതാവിനെയാണ്. അവന്റെ ക്രിസ്തു എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശു ക്രിസ്തുവാണ് ഈ പ്രപഞ്ചത്തിന്റെ രാജാവായി സ്വർഗസ്ഥ പിതാവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഓർഡർ ചെയ്തിരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെയും കയ്യിലേക്ക് എത്തും. ഇതുവരെ എത്തിയിട്ടില്ല, എത്തണം. അതുകൊണ്ട് പിശാചും അവന്റെ ആളുകളും ബൈബിളിലെ വചനങ്ങൾ തെറ്റായി നമ്മൾ മനസ്സിലാക്കിച്ചിട്ട് ഈ അവന്റെ ഭരണം തുടർന്ന്, പിശാചിന്റെ ഭരണം തുടർന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ത്രിയേക പ്രവർത്തനമുണ്ട്. ആ ത്രിയേക പ്രവർത്തനത്തിലൂടെ നമ്മൾ ക്രിസ്തുവോട് ചേരുന്നത് വഴി സ്വർഗസ്ഥ പിതാവുമായി നമ്മൾ ഒന്നാവുകയാണ്. നമ്മളുടെ ആത്മാവ്, ദേഹം എന്നതുപോലെ അവസാനം നമ്മൾ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും നമ്മളുമായി ദൈവാത്മാവിലൂടെ ഒന്നായി മാറും. ഇതാണ് ബൈബിളിലെ ത്രിയേക പ്രവർത്തനം. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുകയും ക്രിസ്തുവിലൂടെ നമ്മളിലെത്തുന്നു 3 വ്യക്തിത്വങ്ങൾ. ഹല്ലേലൂയ. ഇത് എല്ലാം കൂടി ദൈവത്തിന്റെ ആത്മാവിലൂടെ ഒരു നൂല് തുന്നിച്ചേർത്തതുപോലെ എല്ലാം കൂടെ ഒന്നാകുന്നു. ഹല്ലേലൂയ. സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോള്, നമ്മുടെ ബോഡി, ഇത് 3ഉം കൂടെ ഇതാ ഒറ്റ ഇൻഫോർമേഷനിൽ, ആത്മാവിൽ നിന്ന് വരുന്ന ചിന്തകൾ നമ്മുടെ ദേഹിയിലെത്തുന്നു. ദേഹിയിൽ നിന്ന് വരുന്ന ചിന്തകൾ നമ്മുടെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്നു. എല്ലാം കൂടെ ഒന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് സ്വർഗസ്ഥ പിതാവിന്റെ ശരീരമാകുന്ന ക്രിസ്തുവിലേക്ക് അത് കിട്ടുന്നു. ആ ക്രിസ്തുവിന്റെ അവയവമായ നമ്മളിലൂടെ അത് കടന്ന് ഭൂമിയിലേക്ക് വെളിപ്പെടുന്നു. ഇതാണ് മുന്തിരിവള്ളിയും തോട്ടക്കാരനും എന്ന ഉപമയിലൂടെ കർത്താവ് യേശു നമുക്ക് വ്യക്തമാക്കി തരുന്ന ത്രിയേക പ്രവർത്തനം. ഈ പറയുന്ന കാര്യങ്ങൾ ബൈബിളിലെ ഒരു വചനത്തെ പോലും ക്യാൻസൽ ചെയ്യത്തില്ല. എല്ലാ വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. യോഹന്നാൻ 15 യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്. എന്റെ ഒപ്പം വരണേ, സങ്കല്പിച്ചോളണേ. ഞാൻ ഇതാ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ എന്നിലെ ശാഖകളാണ്. ശ്രദ്ധിച്ചേ, 3 പേരായില്ലേ? 3 പേരായി. പിതാവ്, ക്രിസ്തു, നിങ്ങൾ, 3 പേരായി. ഇനി ദൈവത്തിന്റെ ആത്മാവ് കയറാൻ പോവാ. ഈ 3 പേരെയും കൂടി ഒന്നാക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാ. ആ പിതാവ് ഒഴിക്കുന്ന വെള്ളം, ഹല്ലേലൂയ, പിതാവ് ഒഴിക്കുന്ന വെള്ളം, ഇതാണ് പിതാവിന്റെ ആത്മാവ്. ആ വെള്ളം മുന്തിരിവള്ളിയുടെ വേരിലൂടെ എങ്ങോട്ട് കയറും? മുന്തിരിവള്ളിയിലേക്ക് കയറും. ഹല്ലേലൂയ. അപ്പോ പിതാവിൽ നിന്ന് ആരംഭിച്ച വെള്ളം മുന്തിരിവള്ളിയിലേക്ക് കയറിയാൽ പിതാവും മുന്തിരിവള്ളിയും കൂടെ ഒന്നായി. ഇനി ആ വെള്ളം ആ മുന്തിരിവള്ളിയിൽ ഒട്ടി നിൽക്കുന്ന ശാഖയിലേക്ക് കയറിയാൽ മുന്തിരിവള്ളിയും പിതാവും മുന്തിരിവള്ളിയും, അതായത് പിതാവ്, അതായത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം, ഇതാ മുന്തിരിവള്ളി ക്രിസ്തു, ശാഖ നമ്മൾ 3ഉം കൂടെ ദൈവത്തിന്റെ ആത്മാവാൽ ഒന്നായി. ഇതാണ് ബൈബിളിലെ ത്രിയേക പ്രവർത്തനം. ഹല്ലേലൂയ. എതിർക്കാൻ ധൈര്യമുണ്ടോ? ബൈബിളുമായിട്ട് വരണം, വചനവുമായിട്ട്. ബൈബിളിൽ ഒരൊറ്റ വചനം പോലും ഇതിലൂടെ ക്യാൻസൽ ചെയ്യപ്പെടത്തില്ല. എല്ലാ വചനവും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും, എല്ലാ വചനവും. എന്നാൽ പാരമ്പര്യ പിശാചിനാൽ തള്ളപ്പെട്ട അകത്തേക്ക് കയറി വന്ന പാരമ്പര്യ ട്രിനിറ്റി എന്താ ചെയ്യണമെന്ന് അറിയാമോ? ശ്രദ്ധിച്ചു കേൾക്കുക. ത്രിയേക പ്രവർത്തനം പയ്യെ സ്വർഗസ്ഥ പിതാവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യും, കിട്ടും. പ്രൈസ് ദി ലോർഡ്. അഭിലാഷ് ബ്രദർ ആ പാട്ടോസം എടുത്ത് സിയോൻ കിതാബില് ശ്രദ്ധിച്ചു. പിതാവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യും. ഈ കൊച്ചി ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞതുപോലെ പിതാവിനെ അവിടെ വെച്ചോ, താങ്ക് യു. പിതാവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യും. എന്നിട്ട് പയ്യെ പിതാവിനെ അങ്ങ് ക്യാൻസൽ ചെയ്യാം. അതായത് ദൈവരാജ്യത്തെ ക്യാൻസൽ ചെയ്യും. ഇതാണ് പാരമ്പര്യ
ട്രിനിറ്റിയുടെ പ്രത്യേകത. പാരമ്പര്യ ട്രിനിറ്റിയിൽ ബൈബിള് പറയുന്നത് പോലെ ഹെറാർക്കി ഇല്ല, എല്ലാം തുല്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാവും എല്ലാം ഇങ്ങനെ തുല്യമായിട്ടങ്ങ് നിൽക്കും. അവിടെ ഒരു ഭരണശ്രേണിയില്ല. എന്നാൽ ബൈബിളിലെ ത്രിയേക പ്രവർത്തനത്തിന് ഒരു ഭരണശ്രേണിയുണ്ട്. ഹല്ലേലൂയ. പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, പുത്രനിലൂടെ തന്റെ ആത്മാവിനെ നമുക്ക് എത്തുന്നു, നമ്മളിലൂടെ അത് ലോകത്തിലേക്ക് വിരിയുന്നു. ഇതാണ്. എന്നാൽ ട്രഡീഷണൽ ട്രിനിറ്റി എന്ന് പറയുന്ന സംഭവം, അത് ഒന്ന് ആദ്യം ചെയ്യുന്നത് പിതാവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് ചെയ്യുന്ന വെച്ചാൽ കുറയ്ക്കും. എന്നിട്ട് ദൈവരാജ്യം സ്ഥാപിതമാക്കുന്നതിന് പകരം പിതാവിനെ ഒഴിവാക്കുന്നവരും ദൈവരാജ്യം ഇല്ലാതെ. യഥാർത്ഥത്തിൽ യേശു വന്നതിന് വേണ്ടിയാ. യേശു ഇങ്ങനെ പറയുന്നത്, പിതാവേ, ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാനോ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. ആ പിതാവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യും. ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പുത്രനെ, ക്രിസ്തുവിനെ പിതാവിനേക്കാൾ അങ്ങ് ഉയർത്തും. ശ്രദ്ധിച്ച് കേൾക്കുക. നേരെ ഉയർത്തിയിട്ട് തുടർന്ന് പിതാവിനെ അങ്ങ് ക്യാൻസൽ ചെയ്യും. ശ്രദ്ധിക്കുക, ഞാൻ കണ്ടുവന്ന കാര്യം, ഞാനായിരുന്ന കത്തോലിക്ക സഭ, അവിടെ കുറേയൊക്കെ പിതാവുണ്ട്. ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ പല കരിസ്മാറ്റിക് കൂട്ടം, ബ്രദറൻ കൂട്ടം, പെന്തക്കോസ് കൂട്ടം, ഇങ്ങനെല്ലാം കയറി വന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങോട്ടേക്ക് ഒന്ന് പിതാവ് അങ്ങ് കുറഞ്ഞ് ലിമിറ്റായി അങ്ങ് വന്നിട്ട് ഇത് കണ്ടോ. പിന്നെ ഞാൻ കണ്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാഠപുസ്തകമായി സംഭവം സി അങ്കിതാവില്. ഈ പാഠപുസ്തകത്തിൽ വിരലിലെണ്ണാവുന്ന പാട്ടുകളെ പിതാവിനെ കുറിച്ചുള്ളൂ. പിതാവിനെ അങ്ങ് ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് ചെയ്തെന്ന് ഇതാ ഞാൻ ചില സഭകളെ കാണുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഇനി സഭകളിൽ ചെല്ലുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സഭകളിൽ ഒരു 4 പാട്ട് പാടിയാൽ ആരാധനയ്ക്ക് അതിൽ പലപ്പോഴും ഒരെണ്ണം പോലും പിതാവിനുണ്ടാകാറില്ല. ഇനി 4 എണ്ണത്തിൽ 3 എണ്ണത്തിന് പുത്രന് കൊടുത്ത് ഒരെണ്ണം പിതാവിന് കിട്ടിയാലായി. ഒരെണ്ണം പിതാവിന് കിട്ടിയാലായി. ഇനി വേറൊരു കൂട്ടത്തിലേക്ക് ചെന്നാൽ, ഇപ്പോ വേറൊരു കൂട്ടരുണ്ട്, യേശുനാമോ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അവരെ കുറിച്ച് കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അവർക്ക് പിതാവേ ഇല്ല, പിതാവ് ക്ലീൻ ബോൾഡ് ഔട്ട്, യേശു മാത്രമേ ഉള്ളൂ. പാട്ട് ഉറക്കി, യേശു മാത്രം മതി, യേശു മാത്രം മതി. പിതാവ് ഔട്ട്. പിതാവിനെ ഔട്ടാക്കാനല്ല യേശു ക്രിസ്തു ഇവിടെ വന്നത്. അത് പിശാചിന്റെ ലക്ഷ്യമാ. പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാ യേശു വന്നേ. ഇതാ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോട് കൂടെ ദൈവം മനുഷ്യരോടെ പാർക്കും. ഒരു വചനത്തെയും തള്ളിക്കളയുന്നില്ല നമ്മുടെ കർത്താവായ യേശു. എസ്റ്റാബ്ലിഷ് ചെയ്യണേ. തന്നിലൂടെ നമ്മളെ പിതാവുമായി ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് ഈ കാലങ്ങളിൽ വിശുദ്ധ ബൈബിളിലെ വചനത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കാനോ കൂട്ടാനോ നമുക്ക് അധികാരമില്ല. അങ്ങനെ ചെയ്താൽ ദൈവവചനം പറയുന്നു, നമ്മളെ കള്ളന്മാരായി പിടിക്കും. കള്ളന്മാരായി പിടിക്കും. ഇതാണ് സദൃശ്യവാക്യം 30:6 പറയുന്നത്. ഈ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, ഇതിൽ നിന്ന് നീ ഒന്നും കുറയ്ക്കരുത്, നിന്നെ കള്ളനായി, ന്യായവിധി ദിവസം നിന്നെ കള്ളനായി പിടിക്കാൻ ഇടവരരുത്. ദൈവം ഈ വചനത്തിൽ നിന്ന് ഒന്ന് നിന്റെ പാരമ്പര്യം കീപ്പ് ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരെണ്ണം മാറ്റിയാൽ നിന്റെ കാര്യം പോക്കാം. വായിക്കേ. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? ബൈബിള് വിശ്വസിക്കുന്നവൻ ഈ വചനം കേൾക്കുമ്പോൾ ഞെട്ടും. വിശ്വസിക്കാത്തതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. ഇപ്പോ അതിനുശേഷം നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനത്തോട് നീ ഒന്നും കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിപ്പാൻ ഇടവരരുത്.
അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ദൈവത്തിന്റെ ആഗ്രഹം ദൂരസ്ഥരായ നമ്മളെ ക്രിസ്തുവിലൂടെ സമീപസ്ഥരായി താനുമായി ഒന്നാക്കുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കൂടാരമായി തീരുകയാണ്. ആ കൂടാരത്തിന്റെ ഏറ്റവും മുകളിൽ സ്വർഗസ്ഥ പിതാവ്, ആ പിതാവിന്റെ കൽപ്പന അനുസരിക്കുന്ന പിതാവിന്റെ ശരീരമായ ക്രിസ്തു, ആ പിതാവിന്റെ താഴെ, ആ ക്രിസ്തുവിന്റെ താഴെ ഞാനും നിങ്ങളും, നമ്മൾ എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്ന പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പിതാവിന്റെ ആത്മാവ്. ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മളുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് സഭ നിങ്ങൾ അറിയണം. യു ഷുഡ് നോ ദിസ്. എന്നാൽ പാരമ്പര്യ ട്രിനിറ്റി ഈ വചനത്തെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. 1 കൊരിന്ത്യർ 11:3 വ്യക്തതയോടെ അറിയണം. ബൈബിളിലെ ഒരു വചനവും ക്യാൻസൽ ചെയ്യരുത്, എസ്റ്റാബ്ലിഷ് ചെയ്യണം. വചനത്തെ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ദുർബലമാക്കരുത്, എസ്റ്റാബ്ലിഷ് ചെയ്യണം. 1 കൊരിന്ത്യർ 11:3. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ പറയുന്നു. ഇതാ ഈ വചനം ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി നമ്മളെ തന്നെ നശിപ്പിക്കരുത്. വചനം എന്ന് പറയണോ അതിന് കൂട്ടരുത്. ബ്രദർ, അത് അങ്ങനെയല്ല. ആര് പറഞ്ഞു അങ്ങനെ പറയാൻ? കള്ളനായി പിടിക്കണോ? അതിനോട് കൂട്ടിയിട്ട് കള്ളനായി പിടിക്കണോ? അങ്ങനെയല്ല എങ്കിൽ ആ വചനം അങ്ങനെ എഴുതരുതായിരുന്നു. വളരെ വ്യക്തതയോടെ പറഞ്ഞു. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഹൈറാർക്കിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു ഓർഡർ ക്രമമാണ് കൊടുത്തിരിക്കുന്നത്. സകലത്തിന്റെയും തല സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവം, സ്വർഗസ്ഥ പിതാവ്. ആ പിതാവിന്റെ ശരീരമായി ക്രിസ്തു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ക്രിസ്തുവിന്റെ തല ദൈവം. ഞാൻ പറയല്ല, എന്നോടല്ല ചോദിക്കേണ്ട, തർക്കിക്കേണ്ട, ബൈബിളിനോട് തർക്കിക്കുക. ഹല്ലേലൂയ. തർക്കിക്കണമെങ്കിൽ ഞാൻ തർക്കിക്കാൻ പറയല്ല. ശ്രദ്ധിക്കുക, ആ ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ ക്രിസ്തുവിന്റെ തല ദൈവം, നമ്മളുടെ തല ക്രിസ്തു. ഹല്ലേലൂയ. ഈ ഒരു ഓർഡർ മനസ്സിലാക്കാനാണ് കുടുംബത്തിൽ സ്ത്രീയുടെ തല പുരുഷൻ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവർ മനുഷ്യത്വത്തിൽ സ്ത്രീയും പുരുഷനും ഒന്നാണ്. ഹല്ലേലൂയ, തുല്യരാണ്. എന്നാൽ ഇവരുടെ അധികാരത്തിൽ, പ്രവർത്തനത്തിൽ സ്ത്രീയുടെ തല പുരുഷനാണ്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്ത്രീയുടെ തല പുരുഷൻ എന്ന് കർത്താവിന്റെ വചനം വളരെ വ്യക്തതയോടെ പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ എന്നുള്ള രീതിയിൽ സ്ത്രീയും പുരുഷനും സമന്മാരാണ്. എന്നാൽ പ്രവൃത്തിയിൽ, അധികാരത്തിൽ സ്ത്രീയും പുരുഷനും സമന്മാരല്ല. സ്ത്രീയുടെ തല പുരുഷൻ. ഇതേപോലെ ദൈവത്വത്തിൽ ക്രിസ്തുവും പിതാവ് സമന്മാരാണ്. എന്നാൽ അവരുടെ അധികാരത്തിൽ, അവരുടെ പ്രവൃത്തിയിൽ അവർ സമന്മാരല്ല. ക്രിസ്തുവിന്റെ തല ദൈവം. അതുകൊണ്ടാ ദൈവം കൽപ്പിക്കുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളോ നീ എന്റെ വലതുഭാഗത്തിരിക്കെ. യേശു ക്രിസ്തു ഇത് ഭൂമിയിൽ വന്നപ്പോഴുള്ള സംഭവമല്ല. യേശു ഭൂമിയിൽ വരുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് ആത്മാവിൽ സ്വർഗത്തിലെ കാഴ്ച കാണുകയാണ്. പിതാവിന്റെ കൽപ്പന പ്രകാരം തന്റെ ശത്രുക്കളെ പാദപീഠമാക്കുവാൻ വേണ്ടി ഇതാ യേശു ക്രിസ്തുവോട് കൽപ്പിക്കുകയാണ്, നീ എന്റെ വലതുഭാഗത്തിരിക്കെ. ഇതാണ് ദാവീദ് പറയുന്നത്, യഹോവ എന്റെ കർത്താവിനോട് കൽപ്പിച്ചിരിക്കുന്നു തന്റെ വലതുഭാഗത്തിരിക്കാൻ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയണം. പാരമ്പര്യ ഡോക്ട്രിൻസ് വചനത്തെ ക്യാൻസൽ ചെയ്യുന്നുവെങ്കിൽ അതെടുക്കരുത്. പകരം നിന്റെ എല്ലാ ഡോക്ട്രിൻസും ഈ ബൈബിളിലെ വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കണം. ക്യാൻസൽ ചെയ്യരുത്. ദൈവരാജ്യത്തെ ക്യാൻസൽ ചെയ്യരുത്. പകരം എസ്റ്റാബ്ലിഷ് ചെയ്യണം. പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, പിതാവിനെ ഇങ്ങോട്ട് ഇറക്കണം. ഹല്ലേലൂയ.
പലരും ഇന്ന് ഈ ഡോക്ടറിൻ പ്രകാരം, ഇന്ന് പാരമ്പര്യ ട്രിനിറ്റി പ്രകാരം പലരും പറയുന്ന പിതാവ് ഇങ്ങോട്ട് വരുന്ന വിഷയമേ ഇല്ല എന്നാ പറയുന്നേ. നോ 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 യേശു ക്രിസ്തു നമ്മുടെ തൊട്ടടുക്കൽ കടന്നു വരും. ഈ കാര്യങ്ങൾ ഇവിടുന്ന് ഒരുക്കം ആദ്യം വന്നു വരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഓൾറെഡി വന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ, ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ലോകത്തെയല്ല, ഈ ഭൂമിയെയല്ല, നമ്മുടെ ഉള്ളങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ഇത് ശുദ്ധീകരിച്ച് നമ്മൾ ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഇങ്ങനെ റെഡിയായിരിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് യേശു ഭൂമിയിലേക്ക് കടന്നു വരും. ആ വരുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. ഈ ഭൂമിയിൽ തന്നെ അനീതി വസിക്കുന്ന, തിന്മ വസിക്കുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് യേശുക്രിസ്തു കടന്നു വരുന്നത്. യേശുക്രിസ്തു കടന്നു വന്നിട്ട് പിന്നെ ശുദ്ധീകരിക്കുന്നത് എന്തിനെന്നറിയാമോ? ഈ ഭൂമിയുടെ അന്തരീക്ഷത്തെ, ഈ ഭൂമിയിലെ എല്ലാ ദുഷ്ടന്മാരെയും ഇരുമ്പ് കോൽ കൊണ്ടുള്ള 1000 വർഷത്തെ ഭരണത്തിലൂടെ എല്ലാ ദുഷ്ടന്മാരെയും ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റും. ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളെ, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 1000 വർഷത്തെ ഭരണത്തിലൂടെ ഭൂമിയിലെ എല്ലാ ദുഷ്ടന്മാരെയും ഇവിടെ നിഷ്കാസനം ചെയ്യും, ഇവിടെ ഒരുക്കാം. എന്തിനു വേണ്ടിയാണെന്നറിയാം ഇതൊക്കെ നടക്കുന്ന? ഈ ശുദ്ധീകരണം മുഴുവൻ നടക്കുന്നത് ഒരാൾ ഇങ്ങോട്ടേക്ക് വരാൻ പോവുകയാണ്. ആരാണെന്നറിയാമോ? മനുഷ്യരാരും കാണാത്തവനോ, താൻ മാത്രം അമർത്യതയുള്ളവനോ, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനോ ആയ അത്യുന്നതനായ ദൈവം ഇതാ ഭൂമിയിലേക്ക് മനുഷ്യരോടുകൂടെ വസിപ്പാൻ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന് പറയുന്ന വചനം നിവർത്തീകരിക്കുവാൻ ഇറങ്ങി വരുവാനായിട്ട് പോവുകയാണ്. ആ ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൈവത്തിന് ഇതാ പാപം കാണുവാൻ കഴിയാത്തവണ്ണം നിർമ്മല ദൃഷ്ടി ഉള്ള ദൈവത്തിന് ആ ഈ ഇറങ്ങി വരുവാൻ സകലത്തെയും മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത്, ആ ഇറങ്ങി വന്നിട്ട് വേണം ഭൂമിയിലേക്ക് കൂടാരമാകുവാനായിട്ട്. ആ ദൈവത്തിന് വേണ്ടി എല്ലാം ശുദ്ധീകരിക്കുക. ഇതുകൊണ്ട് ബൈബിളിലെ വചനം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിൽ അരുമനാഥനായ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മനുഷ്യരാരും കാണാത്തവൻ, താൻ മാത്രം അമർത്യതയുള്ളവനായ ദൈവത്തെ നിങ്ങൾ കാണും. അതിനുവേണ്ടി ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഇനി പിതാവ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അത് ഈ ഭൂമിയിലേക്കല്ല. യേശു ഇവിടെ ഭരണം നടത്തുന്നത് ഈ ഭൂമിയിലാണ്. പാഴും ശൂന്യവുമായി ദൈവം മനോഹരമാക്കിയ, എന്നാൽ പിശാച് വാഴുന്ന ഈ ലോകാന്തരീക്ഷത്തിലാണ് യേശു ഇറങ്ങി വരുന്നത് 1000 വർഷം. എന്നാൽ അത് കഴിയുമ്പോ ശുദ്ധീകരണത്തിന്റെ 3-ാം നിലയിലേക്ക് കയറുകയായി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് നാളെ യേശു ക്രിസ്തു ഈ ഭൂമിയിലെ ദുഷ്ടന്മാരെ എടുത്തു കളഞ്ഞ് ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഈ പഴയ പാപം നിറഞ്ഞ ഭൂമിയും ആകാശവും ദൈവം അഗ്നിയാൽ ശുദ്ധീകരിച്ചതിനെ എടുത്തു മാറ്റി പുതിയ ആകാശവും പുതിയ ഭൂമിയും, വെറും ആകാശവും വെറും ഭൂമിയല്ല, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇങ്ങോട്ട് ഇറങ്ങി വരൂ. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. 2 പത്രോസ് 3:13 വളരെ വ്യക്തതയോട് പറയുന്നു, നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ, ഈ ഭൂമിയല്ല, ഇതിൽ നീതിയല്ല അനീതിയാ വസിക്കുന്ന, പിശാച സർവവും വാഴുന്നേ, നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. വായിച്ചേ. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം, നാം ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെയാണോ? ഹല്ലേലൂയ. പലരും പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല, യേശുക്രിസ്തു വരുന്നതോടെ എല്ലാം തീർന്നു. നോ 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 യേശുക്രിസ്തു വരുന്നതോടെ പ്രവൃത്തി വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് അഡ്വാൻസ് ചെയ്യുകയായി. ഹല്ലേലൂയ. അടുത്ത ഈ യേശുക്രിസ്തു വന്ന് വാഴുന്നത് ഇതേ ഭൂമിയിൽ തന്നെയാണ്. പിശാച് വാഴുന്ന ഈ ലോകത്ത് തന്നെയാണ്. ഹല്ലേലൂയ. അന്ന് അവനെ പിടിച്ചു കെട്ടി അഗാധ കൂപത്തിൽ അടയ്ക്കും 1000 വർഷം. ഹല്ലേലൂയ. യേശുക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി 1000 വർഷം വാഴും. അത് കഴിഞ്ഞിട്ടാണ് ഭൂമിയിൽ എല്ലാ ദുഷ്ടന്മാരെയും നീക്കിയതിന് ശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകം 21:1, 2, 3 വാക്യങ്ങളിൽ പറയുന്നത്, ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. എന്താണത്? ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷ ലക്ഷ്യം. ദൈവവും മനുഷ്യരും കൂടെ ക്രിസ്തു യേശുവിലൂടെ ഒന്നായി തീർന്നു. ഹല്ലേലൂയ. വായിച്ച 21:1-2-3. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള
അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. പുതിയ ആകാശം, പുതിയ ഭൂമി, എല്ലാം പുതിയത്. പുതിയ ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, എല്ലാം പുതിയത്. ഹല്ലേലൂയ. അതെന്താണ് താഴേക്ക്? സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ, സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയാണ്, മനുഷ്യരോടുകൂടെ, കൃഷ്ണകുട്ടിയോടുകൂടെ, ഏലിയാസിനോടുകൂടെ, ശോഭയോടുകൂടെ, ഇതാ ദൈവത്തിന്റെ കൂടാരം. അതെന്താണ്? അവൻ അവരോട് കൂടെ ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ഇതാണ് സുവിശേഷം. യേശു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനോടുകൂടെ വസിക്കാനുള്ള കാലം സമീപിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ന് പിശാച സഭകളിൽ നിന്ന് എടുത്തു മാറ്റിയത്. ഹല്ലേലൂയ. ഇതിനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം പാരമ്പര്യമായ ട്രഡീഷണൽ ട്രിനിറ്റിയൊക്കെ കൊണ്ടുവന്ന് എക്കത്തിനെയും തുല്യമാക്കി, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ തുല്യരാക്കി അവിടെ നിർത്തി ഒരിക്കലും ഈ ബോഡി ഈ അധികാര ശ്രേണി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിപ്പിക്കാത്ത രീതിയിലാക്കി. അധികാര ശ്രേണി. ദൈവത്തിന്റെ വചനം പറയുന്നു, സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, അതായത് സഭയുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയേണ്ടതാണോ? നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ അറിയേണ്ടതാണോ? അറിഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. Even though there is a trinity, there is a hierarchy. Hallelujah. അതിലൊരു അധികാര ശ്രേണിയുണ്ട്. ഈ ഓർഡർ മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. അല്ലാതെ വചനത്തിന്, ബൈബിളിലെ വചനത്തെ ക്യാൻസൽ ചെയ്യരുത്. ഇനി നമ്മൾ ഈ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട് ആള് ചോദിക്കും, എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞേ? ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ. ഈ വൻ കോട്ട ഇടിഞ്ഞ് താഴെ വീണെങ്കിൽ ഒരുവന്റെ ഹൃദയത്തിൽ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പറ്റില്ല. ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇതാ നിങ്ങൾ സ്ക്രീനിലേക്ക് കാണാം. എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം? ഈ അധികാര ശ്രേണിയിൽ നിങ്ങൾ എവിടെയാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ക്രിസ്തുവിന്റെ തല ദൈവം, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി, തലരൂപത്തിലല്ല ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. അപ്പോ ദൈവത്തിന്റെ ശരീരമായാണ് ക്രിസ്തു നിലകൊള്ളുന്നത്. അതിന്റെ അർത്ഥം ഈ സയാമീസ് എട്ട പോലെയാണെന്നുള്ളതല്ല കേട്ടോ. ഹല്ലേലൂയ. അമ്മ രണ്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ ടൈപ്പല്ല. മനസ്സിലാക്കുക, പിതാവും ക്രിസ്തുവും നമ്മളും എല്ലാം വ്യത്യസ്തരാണ്. വ്യത്യസ്ത പേഴ്സണാലിറ്റിയാണ്, വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളാണ്. പക്ഷേ നമ്മളുടെ ഇഷ്ടത്തിലും നമ്മളുടെ പ്രവൃത്തിയിലും നമ്മൾ ഒന്നായി തീരും. എങ്ങനെ? ഒരൊറ്റ ആത്മാവിൽ, ദൈവത്തിന്റെ ആത്മാവിൽ. ഇതാണ് പറഞ്ഞു തരുന്നത്. അപ്പോഴും നമ്മൾ വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിലും അതുകൊണ്ട് പ്രവൃത്തിയിലും ഒന്നായിരിക്കും, തന്റെ ആത്മാവിലൂടെ. അപ്പൊ അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറാണ് ഈ ചിത്രത്തിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിലകൊള്ളുക. ഇതൊരൊറ്റ ദൈവവചനത്തെയും ക്യാൻസൽ ചെയ്യത്തില്ല, എസ്റ്റാബ്ലിഷ് ചെയ്യുകയേ ഉള്ളൂ. ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. ഓ ഫാദർ, വി താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ് യു. Oh, Father, we thank you. Hallelujah. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? എന്താണ് ദൈവരാജ്യം? എന്താണ് ദൈവരാജ്യം? എന്താണ് ഗോഡ്സ് കിങ്ഡം? ഗോഡ്സ് അതോറിറ്റി ഓൺ ക്രിയേഷൻ. ഈ സൃഷ്ടിയിലുള്ള ദൈവത്തിന്റെ അതോറിറ്റിയാണ് ത്രൂ ജീസസ്, യേശു ക്രിസ്തുവിലൂടെ. ആൻഡ് എവരി വൺ ഇൻ ജീസസ്, യേശുവിലുള്ളവരിലൂടെ. ഗോഡ്സ് അതോറിറ്റി ഓവർ ക്രിയേഷൻ ത്രൂ ജീസസ് ആൻഡ് എവരി വൺ ഇൻ ജീസസ്. ഇതാണ് ദൈവരാജ്യം. ദൈവത്തിന്റെ അതോറിറ്റി എവിടെ റിഫ്ലക്ട് ചെയ്യുന്നു അവിടെയാണ് ദൈവരാജ്യം. നിങ്ങളുടെ വീട് നിങ്ങളുടെ രാജ്യമാണ്. ഇത് മനസ്സിലാക്കാൻ. ശശിയുടെ വീട് ശശിയുടെ രാജ്യമാണ്. ശശിയുടെ അതോറിറ്റിയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. പൊന്നച്ചന്റെ വീട് പൊന്നച്ചന്റെ രാജ്യമാണ്. പൊന്നച്ചനാണ് അവിടുത്തെ ഹെഡ്. പൊന്നച്ചന്റെ അതോറിറ്റിയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആരിലൂടെ? തൻ്റെ ഭാര്യയിലൂടെ, മക്കളിലൂടെ. ഹല്ലേലൂയ.
രാമരാജ്യം എന്ന് പറഞ്ഞാൽ രാമന്റെ അതോറിറ്റിയാണ്. രാമനാണ് രാജാവ്. രാമന്റെ അതോറിറ്റിയാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. എങ്ങനെ? തൻ്റെ ബോഡിയായ മന്ത്രിസഭയിലൂടെ. ഹല്ലേലൂയ. ഇറ്റ്സ് എ റൂളിംഗ് ബോഡി. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം, ഇതാണ് സ്വർഗത്തിലെ ദൈവം. ഇവിടെ യെല്ലോ കളറിൽ കാണാം ഗോഡ്. അത്യുന്നതനായ ദൈവങ്ങൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട്. ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവത്തെയാണ് അത്യുന്നതനായ ദൈവം എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ. അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നതിന്റെ കാരണം ദൈവങ്ങൾ ധാരാളം ഉണ്ട്. പ്രധാനമന്ത്രി എന്ന് പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും ഇലിയാസ് ബ്രദറെ? മന്ത്രി എന്ന് പറയാതെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്? മന്ത്രി വരുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? മന്ത്രി എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിയാണെന്നറിയോ? മന്ത്രിമാർ ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അത്യുന്നതനായ ദൈവം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ദാനിയേൽ 7:18 നമ്മൾ നേരത്തെ വായിച്ചു. അവിടെ എന്താ ചെയ്യണേ? എന്നാൽ അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലവും ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുക. ഹല്ലേലൂയ. എന്തുകൊണ്ട് അത്യുന്നതനായ ദൈവം എന്ന് പറയുന്നത്? അനേക ദൈവങ്ങളുടെ മുകളിൽ ഉള്ള ദൈവത്തെയാണ് അത്യുന്നതനായ ദൈവം. അത്യുന്നതനായ ദൈവത്തിന്റെ പ്രത്യേകതയുണ്ട്. തനിക്ക് മുകളിൽ വേറൊരു ദൈവമില്ല. അതാണ് അത്യുന്നതനായ ദൈവം. പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. തനിക്ക് മുകളിൽ ഇന്ത്യയിൽ വേറൊരു മന്ത്രി ഇല്ല. ബാക്കി എല്ലാ മന്ത്രിമാർക്കും തങ്ങൾക്ക് മുകളിൽ വേറെ മന്ത്രി ഉണ്ട്. ഹല്ലേലൂയ. അപ്പോ ഇതാ അത്യുന്നതനായ ദൈവം. എടുത്തിന്ന് വായിച്ച് 17:18. ദാനിയേൽ 17:18. ഒപ്പത്തിനൊപ്പം ശ്രദ്ധയോടെ ദൈവം സഹായിക്കട്ടെ. ദാനിയേൽ 7:18. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ, അത്യുന്നതനായ ദൈവത്തിന്റെ വിശുദ്ധന്മാർ. വിശുദ്ധന്മാരായിരിക്കണം. രാജ്യത്വം പ്രാപിക്കും, കിങ്ഡം കിട്ടും. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ ഞാൻ പ്രസാദിച്ചെന്നല്ല, നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഭരണം നിങ്ങളുടെ കയ്യിലേൽപ്പിക്കാൻ പോവാ. പ്രിൻസ് അടുത്ത മരണമില്ലാത്ത കിങ്ഡത്തിന്റെ രാജാവായിരിക്കണേ. പക്ഷെ ഒരു ഐഡിയ ഇല്ല. പക്ഷെ വിശുദ്ധ ബൈബിളിലൂടെ കടന്നുപോയാൽ അറിയാം, യു ആർ ദ കാൻഡിഡേറ്റ്. നിങ്ങൾ ഓരോരുത്തരും ആ കാൻഡിഡേറ്റ്. പക്ഷേ നിങ്ങളുടെ പാത്രം കിട്ടുമെന്നുള്ള കാര്യം സംശയം. കാരണം യേശു പറഞ്ഞു കിങ്ഡം അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ കിങ്ഡം അന്വേഷിക്കുന്നില്ല. കാരണം അത് നമ്മൾ കേൾക്കുന്നില്ല. കാരണം പിശാച് അവന്റെ ആളുകളും ഇന്ന് ലോകം വാഴുന്നത് ഇത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവന്റെ ഭരണം റീപ്ലേസ് ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അവൻ പഴയ കുടിയാനാ, നമ്മൾ പുതിയ കുടിയാനാ. പഴയ കുടിയാനെ മാറ്റി പുതിയ കുടിയാനെ ദൈവം കൊണ്ടുവരും എന്നുള്ള ഉപമ പോലും നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പിശാചിനെയും കൂട്ടരെ ഇവിടെ നിന്ന് മാറ്റി ഇതാ നമ്മളെ ജയം പ്രാപിക്കുന്ന മനുഷ്യ മക്കളെ, ദൈവമക്കളെ കൊണ്ടുവരും. ഇതിനാണ് നമ്മളൊരു പാട്ടോടെ പാടിയിട്ടുണ്ടാകും, ഈ കൊച്ചു ജീവിതം യുദ്ധജീവിതം, ലോകത്തിന്റെ പ്രഭുവാം പിശാചിനെ മാറ്റി എന്നെ അധികാരിയാക്കും ജീവിതം. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ജീവിതത്തിൽ തിരിച്ചറിയണം, അത്യുന്നതനായ ദൈവം, ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം, ദൈവാദി ദൈവം. ഹല്ലേലൂയ. ഈ ചിന്ത തിരിച്ചറിയാതെ നമ്മൾ ബൈബിളിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ തെറ്റിപ്പോകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഓ ഫാദർ, വി താങ്ക് യു അപ്പാ. ഇതാ നമ്മൾ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഡിട്രോണമി, ആവർത്തനം 10:17 എടുത്തേ. ആവർത്തനം 10:17 യഹോവയുടെ പ്രത്യേകത. ഡിട്രോണമി ചാപ്റ്റർ 10:17. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. നമ്മളുടെ മന്ത്രി ആയ മോദി മന്ത്രിമാരുടെ മന്ത്രിയും ഇന്ത്യയുടെ മുഴുവൻ അധികാരം വഹിക്കുന്നവനും ആകുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം പറയാണ്, നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും, മീൻസ് ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇംഗ്ലീഷ് വായിച്ചു നോക്കിയാൽ കുറച്ചധികം മനസ്സിലാവും. മനുഷ്യരുടെ മലയാളമാണ് ദേവന്മാരെന്നൊക്കെ ആക്കിക്കണേ. ഇതാ, ഫോർ ദ ലോർഡ് ഓഫ് യുവർ ഗോഡ് ഈസ് ഗോഡ് ഓഫ് ഗോഡ്സ്. ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവത്തിന്റെ പേരാണ് അത്യുന്നതനായ ദൈവം.
ആ ദൈവത്തിന്റെ മുകളിൽ വേറൊരു ദൈവം ഇല്ല. ഹല്ലേലൂയ. വേറൊരു ദൈവമില്ല. ആ ദൈവമാണ് സകലത്തിന്റെയും ഓണർ, ഉടമസ്ഥൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിന്റെ 14-ാം വാക്യത്തിൽ അവർ എഴുതിയിരിക്കുന്നത്, സ്വർഗവും ഭൂമിയും എല്ലാം നിന്റെ ഉടമസ്ഥതയിലാണ്, നിന്റേതാണ്. വായിക്കാം. ഇതാ സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു. ശ്രദ്ധിച്ചേ, അപ്പൊ ഇതിന്റെ ഒക്കെ ഉടമസ്ഥൻ ആരാണ്? ഈ അത്യുന്നതനായ ദൈവമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കപ്പോ ക്രിസ്തുവോ? ക്രിസ്തു ഇതിന്റെ എല്ലാം അവകാശിയാണ്, അധികാരിയാണ്. ഹല്ലേലൂയ. ഉടമസ്ഥൻ അപ്പനാണ്, ക്രിസ്തു അധികാരിയാണ്, അവകാശിയാണ്. ഞാൻ ഒരു വചനം പോലും ഇടത്തേക്കോ വലത്തേക്കോ മാറ്റുന്നില്ല. എനിക്ക് വേറൊരു സപ്പോർട്ട് ആവശ്യമില്ല, ബൈബിളിന്റെ സപ്പോർട്ട് മാത്രം മതി. കാരണം എന്റെ ഡ്യൂട്ടി സത്യത്തിന് സാക്ഷി നിൽക്കുക എന്നുള്ളതാണ്. ഹെബ്രായ ലേഖനം അതിന്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ ഈ പറഞ്ഞത് തെളിയിക്കും. ദൈവത്തിന്റെ ഈ വക്കീലന്മാർ കോടതിയിൽ വാദിക്കുക എങ്ങനെയാണെന്നറിയാമോ? ഇന്ന കാര്യം പറഞ്ഞിട്ട് ചാക്കോച്ചൻ പറഞ്ഞു, അന്നമ്മ പറഞ്ഞു, ഞങ്ങളുടെ അപ്പച്ചന്റെ അപ്പച്ചൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാരമ്പര്യം എന്നല്ല പറയണേ. ഇന്ത്യൻ പീനൽ കോഡ് ഇന്ന നിയമപ്രകാരം, ഇത്ര നമ്പർ ഇന്ന നിയമപ്രകാരം ഞാൻ ഈ പറഞ്ഞത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ വായിക്കണേ. ഈ പറഞ്ഞത് നിലനിൽക്കുന്നു വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരം. വായിക്കുക. ഹെബ്രായ ലേഖനം 1:1-2. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. ശ്രദ്ധിച്ചേ, യേശുവിന്റെ സ്ഥാനം ദൈവം, അത്യുന്നതനായ ദൈവം, യേശുക്രിസ്തുവിന്റെ അപ്പൻ, സകലത്തിന്റെ ഉടമസ്ഥൻ, യേശുവിനെ സകലത്തിന് എന്താക്കി വെച്ചു? അവകാശിയാക്കി വെച്ചു. അവകാശി, അപ്പൻ മകനെ അവകാശിയാക്കി വെച്ചു. അവകാശി മാത്രമല്ല, അധികാരി കൂടിയാണ് യേശു. ഹല്ലേലൂയ. അധികാരി. ഈ മകൻ മുഖാന്തരമാണ് സ്വർഗസ്ഥ പിതാവ് സകലത്തെയും സൃഷ്ടിച്ചത്. ഒരു പിതാവ്, ഭർത്താവ് ഭാര്യ മുഖാന്തരം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തു മുഖാന്തരം സകലത്തെയും സൃഷ്ടിച്ചു. എല്ലാം ക്രിസ്തുവിന്റെ അധീനതയിൽ അവകാശിയാക്കി, അധികാരിയാക്കി വെച്ചു. ഈ ഒരു രംഗം നമ്മൾ മാറിപ്പോകരുത്. ഇനി നമ്മളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ട മക്കളായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി, പിതാവിനാൽ, ക്രിസ്തു എങ്ങനെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടുവോ അതേപോലെ തന്നെ സ്നേഹിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി, ക്രിസ്തു നമ്മുടെ മൂത്ത സഹോദരനായി, നമ്മൾ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ഒരു കുടുംബമായി മാറുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇതിനെ മറയ്ക്കുന്ന സകല ഡോക്ട്രിൻസും ഉപദേശങ്ങള് ദൈവവചനത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ എന്ന് കൽപ്പിക്കുക. കോട്ടകൾ ഇടിയട്ടെ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും സങ്കല്പങ്ങളും ക്രിസ്തുവോടുള്ള അനുസരണത്തിനായി ഇടിഞ്ഞു വീഴട്ടെ. സത്യവചനം ഒരു ബൈബിൾ വചനത്തെയും ക്യാൻസൽ ചെയ്യത്തില്ല. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങളെ കൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കുന്നു. ഈ വചനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫാദർ, വി താങ്ക് യു. താങ്ക് യു അപ്പാ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതാ, സ്വർഗസ്ഥ പിതാവ് സകലത്തിന്റെയും തലയാണ്. ക്രിസ്തു ആ പിതാവിന്റെ ശരീരം എന്ന രീതിയിലാണ് പ്രവർത്തനം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം കൊളോസ്യർ 2:9 കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കൊളോസ്യർ 2:9 കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ശരീരമായിട്ടാണ് ക്രിസ്തു നിലകൊള്ളുന്നത്. വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും. തലാരൂപത്തിലല്ല, ദേഹരൂപമായി ശരീരരൂപത്തിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ദൈവം പ്രവർത്തിക്കുന്നത് എല്ലാം ക്രിസ്തുവിലൂടെയാണ്. ആദത്തെ ജനിപ്പിച്ച ശേഷം ദൈവം ഭൂമിയുടെ പ്രവർത്തികളെല്ലാം പ്രവർത്തിക്കുന്നത്
ആദത്തിലൂടെയാ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്നല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ആദ്യത്തെ 5 ദിവസവും ആദത്തെ കൂടാതെയാണ് ദൈവം പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. 6-ാം ദിവസം മൃഗങ്ങളെ സൃഷ്ടിച്ചത് ആദത്തെ കൂടാതെയാണ്. പക്ഷേ ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എല്ലാം ആദത്തിലൂടെയാണ്, ആദം മുഖാന്തരമാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നത് ക്രിസ്തുവെ ജനിപ്പിച്ചു. ക്രിസ്തുവെ സൃഷ്ടിച്ചു എന്നെങ്ങും പറയുന്നില്ല, ക്രിസ്തുവെ ജനിപ്പിച്ചു. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. പണ്ടേ നമ്മൾ ദൈവം എന്നോട് സംസാരിച്ച സന്ദേശമാണ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, കൊളോസ്യർ 1:15 പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും, ഇമേജ് ആണ്, പ്രതിമയാണ്, സർവ്വ സൃഷ്ടികൾക്ക് മുമ്പേ ആദ്യമായി ജനിച്ചവനുമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പച്ചൻ ഒരു സ്പ്ലിറ്റ് ഓപ്പറേഷൻ. ഇത് പറയുന്ന രംഗം എന്ന് പറയുന്നത്, ഇത് പറയുമ്പോൾ യേശുവിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വേർഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ക്ലിപ്പ് കട്ട് ചെയ്ത് തന്നെ അറിയിക്കാം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം കൊളോസ്യർ 1:15 വളരെ വ്യക്തതയോടെ പറയുന്നു, അവൻ സർവ്വ സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനാണ്. ഹല്ലേലൂയ. കൊളോസ്യർ 1:15 വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് വെച്ചാൽ ഇമേജ്, പ്രതിമയും. നമ്മൾ ദൈവത്തിന്റെ ഇമേജ് ആണ്. ഇമേജും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സർവ്വ സൃഷ്ടികൾക്ക് മുമ്പ് ആദ്യമായി ജനിച്ചവനും ആണ്. ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ച ശേഷം എങ്ങനെ ആദത്തിന്റെ ഉള്ളിൽ നിന്ന് ഹവ്വയെ സ്പ്ലിറ്റ് ചെയ്തെടുത്തതുപോലെ ഇതാ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചതിന് ശേഷം സ്വർഗത്തിലെ ദൈവം എല്ലാം ചെയ്യുന്നത് യേശുവിലൂടെയാണ്. നിർബന്ധമൊന്നുമില്ല, ദൈവത്തിന്റെ ആഗ്രഹമാണത്. ഹല്ലേലൂയ. യേശുവിലൂടെ അല്ലാതെ ചെയ്യുന്ന പല പ്രവൃത്തികളുണ്ട്. ഈ ജനിപ്പിച്ച പ്രവൃത്തി യേശുവിലൂടെ അല്ല ചെയ്തത്. ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, ഞാനാ ജനിപ്പിച്ചത്. ഹല്ലേലൂയ. പത്രോസിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ആരെന്ന് ചോദിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇതാ ഞാൻ ആരെന്നാണ് ലോകം പറയുന്നത്. ഉടനെ പറഞ്ഞു, നീ ഏലിയാവാണ്, മരിച്ച സ്നാപയോഹനാണ്, അങ്ങനെയുള്ള പല നിങ്ങൾ ഞാൻ ആരെന്ന് പറയുന്നു. ഉടനെ തന്നെ പത്രോസ് ചാടിക്കേറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ്. ഹല്ലേലൂയ. ഉടനെ യേശുക്രിസ്തു പറഞ്ഞു, അത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നല്ല, അത് ജഡരക്തങ്ങളല്ല നിനക്കിത് പറഞ്ഞു തന്നത്, എന്റെ സ്വർഗസ്ഥ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അപ്പൊ സ്വർഗസ്ഥ പിതാവ് പലരോട് സംസാരിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരൊക്കെയും എന്റെ അടുക്കൽ വരും. അപ്പോ പിതാവ് യേശുക്രിസ്തുവിന്റെ സഹായം ഇല്ലാതെ തന്നെ പലരെയും ഉപദേശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹം തന്റെ മക്കളിലൂടെ തന്നെ എല്ലാം ചെയ്യണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ അവനിലൂടെ, അവൻ മുഖാന്തരം സകലതും സൃഷ്ടിച്ചു. യേശുവിലൂടെ സകലതും സ്വർഗസ്ഥ പിതാവ് സൃഷ്ടിച്ചു. ഒരു ഭർത്താവ് ഭാര്യ മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നത് പോലെ മുഖാന്തരം സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനാണ്. ദൈവത്തിന് ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു ഡെഫിനിഷൻ ചോദിച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ആൾക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ദൈവത്തിന് ഡെഫിനിഷൻ ചോദിച്ചാൽ അത്യുന്നതനായ ദൈവത്തിന്റെ ഡെഫിനിഷൻ ഇതാണ്. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, തനിക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്ത സകലത്തിന് കാരണഭൂതനായ ദൈവമാണ് അത്യുന്നതനായ ദൈവം. അതാണ് ദൈവത്തിന്റെ ഡെഫിനിഷൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കണമെങ്കിൽ, അല്ലാതെ നിങ്ങൾ പറയുന്ന എല്ലാ ഡെഫിനേഷനും തകർന്ന് താഴെ പോകും. തനിക്ക് മുകളിൽ മറ്റൊരു ദൈവമില്ലാത്ത, തന്റെ മുകളിൽ വേറൊരു ദൈവം ഇല്ല, സകലത്തിനും കാരണഭൂതനായ ദൈവമാണ് അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവമാണ് യേശുക്രിസ്തുവിന്റെ പിതാവ്, നമ്മുടെ പിതാവ്. ഇത് വ്യക്തതയോടെ നമ്മളെ തിരിച്ചറിയാം. അങ്ങനെ ഒരു യേശുക്രിസ്തുവിലൂടെ ഒരു ജനറേഷനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സത്യം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, ഇതിനെ തടസ്സം നിൽക്കുവാൻ പിശാചും അവന്റെ ആളുകളും ചതിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങളും സത്യം അറിയാത്തതോടെ ചതിക്കപ്പെട്ടെ അവരും എല്ലാ രംഗത്തുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. ഈ യുദ്ധത്തിൽ ജീവൻ കളഞ്ഞ് യേശു പോയ അതേ മാർഗത്തിൽ പോകുക. ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തു യേശു ശക്തി തരുന്നത് കൊണ്ട് ദൈവത്തിന്റെ വചനം ആസ് ഇറ്റ് ഈസ്, ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെയും സഹകരിക്കാൻ തയ്യാറുള്ള, സത്യത്തിന് സാക്ഷി നിൽക്കാൻ തയ്യാറുള്ള ഏവരിലൂടെയും എസ്റ്റാബ്ലിഷ് ചെയ്യും. എവിടെയെങ്കിലും ഈ വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഈ ചിത്രത്തിൽ നോക്കുക. കൊളോസ്യർ 2:9 ദൈവത്തിന്റെ സകല സമ്പൂർണതയും. കൊളോസ്യർ 2:9 ഇതാണ് ഇവിടെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ശരീരരൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. എന്നൊരു വായിച്ചു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കണ്ടോ? അപ്പോ കൊളോസ്യർ 2:9 പറയുന്നു,
ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. ഫസ്റ്റ് കൊരിന്ത്യർ 11:3 പറയുന്നു, ക്രിസ്തുവിന്റെ തല ദൈവം. രണ്ടും കൂടി യോജിച്ചത് കണ്ടോ? ഇതാണ് പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുക, അതിൽ എന്തുണ്ടാകും? എണ ഉണ്ടാകും. ഹല്ലേലൂയ. രണ്ടും കൂടി ഒന്നായി. ഇത് വചനത്തെ എല്ലാം ക്യാൻസൽ ചെയ്തോ? ഒരു വചനത്തെ ക്യാൻസൽ ചെയ്തില്ല. പക്ഷെ ഈ ലോകത്തിലെ ട്രിനിറ്റി, ഈ പാരമ്പര്യ ട്രിനിറ്റി ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയും. ഇതൊന്നും എടുക്കത്തില്ല, ഈ വചനം ഒന്നും എടുക്കത്തില്ല, ഇതൊന്നും മിണ്ടത്തില്ല സഭയില്. ഹല്ലേലൂയ. ഇനി ഇതാ നമ്മുടെ സ്ഥാനം ഏതാണ്? നമ്മുടെ സ്ഥാനം ഏതാണെന്ന് അറിയണ്ടേ? ഇതാ ഫസ്റ്റ് കൊരിന്ത്യൻസ് 6:15. ആ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളാണ് ഞാൻ, അവയവങ്ങളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോ ഫേസുകൾ. ഇതാ എൻ്റെ ഫേസും കൂടെ കാണാം, കണ്ടോ? ഇതേപോലെ നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഈ സ്ഥാനം നമ്മൾ മനസ്സിലാക്കി. ഈ ഹൈറാർക്കിയില് ഈ സ്ഥാനം, ഇത് ദൈവരാജ്യമാണ് ഈ കാണുന്നത്. ഇതിന്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുക. വായിച്ചേ. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ ശരീരം, നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന്റെ അവയവങ്ങൾ. എല്ലാം കൂടി ഒരു ഒറ്റ ബോഡി ആയില്ലേ? സ്വർഗ്ഗസ്ഥ പിതാവ് തല, ക്രിസ്തു ശരീരം, നമ്മൾ ക്രിസ്തുവിലെ അവയവങ്ങൾ, എല്ലാം കൂടി ഒറ്റ ബോഡി. ഹല്ലേലൂയ. എല്ലാം കൂടി ഒറ്റ ബോഡി. ഇതാണ് ട്രിനിറ്റി, ഇതാണ് ത്രിയേക പ്രവർത്തനം. ബൈബിളിലെ ത്രിയേക പ്രവർത്തനം. സ്വർഗ്ഗസ്ഥ പിതാവ് ചിന്തിക്കുന്നു, ചിന്ത ശരീരമായ തല ചിന്തിക്കുന്നത് ശരീരത്തിന് കൊടുക്കുന്നു, ശരീരത്തിലെ അവയവങ്ങൾ അത് ചെയ്യുന്നു. നിങ്ങൾ നോക്കിയേ, ഇതാ പൊന്നച്ചനങ്ങളുടെ കയ്യിൽ ഒരു പേന ഇരിക്കണം. പുസ്തകത്തിൽ എഴുത്ത് നടക്കുന്നില്ലേ? എങ്ങനെയാ എഴുത്ത് നടക്കണേ? ആദ്യം എവിടെ നിന്ന് തുടങ്ങണേ? തലേന്നല്ലേ? തല ഇൻസ്ട്രക്ഷൻ ആർക്ക് കൊടുത്തു? ശരീരത്തിന് കൊടുത്തില്ലേ? അപ്പൊ രണ്ടാമത്തെ ആള് വന്നില്ലേ? ആ ശരീരത്തിലുള്ള ആ 2-3 വിരൽ ഒരുമിച്ച് ചേർന്ന് എഴുതൂല്ലേ? അപ്പൊ അവയവങ്ങൾ മൂന്നാമത്തെ പ്രവർത്തനം വന്നില്ലേ? ഈ ത്രിയേക പ്രവർത്തനം നടന്നുകൊണ്ടല്ലേ ആ പുസ്തകത്തിലേക്ക് എഴുതപ്പെട്ടത്, ഇല്ലേ? ഇതെല്ലാം കൂടി നടത്തിയെടുക്കാൻ വേണ്ടി തലയിൽ നിന്ന് നാഡീ ഞരമ്പുകൾ വഴി ബ്ലഡും ഇൻസ്ട്രക്ഷൻസും കയറി വന്നില്ലേ? ഇല്ലേ? ഇതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇതാണ് ഈ ത്രിയേക പ്രവർത്തനം സാധ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ബൈബിളിലെ ത്രിയേക പ്രവർത്തനം. അങ്ങനെ ദൈവം തല, ഹല്ലേലൂയ, അവിടെ നിന്ന് ആരംഭിച്ചു. ക്രിസ്തു ശരീരം, നമ്മൾ അവയവങ്ങൾ, ഇതെല്ലാം കൂടി ഒന്നിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ഇതാണ് ബൈബിളിലെ ത്രിയേക പ്രവർത്തനം. ഹല്ലേലൂയ. ഇതൊരു ഹൈറാർക്കിയാണ്, ഇത് ഭരണക്രമമാണ്. അല്ലാണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് ഞാൻ കാര്യം നടക്കത്തില്ല. സ്വർഗസ്ഥ പിതാവിന്റെ ഭുജങ്ങളാണ് പരിശുദ്ധാത്മാവും ക്രിസ്തുവും. ഹല്ലേലൂയ. ഭുജം എന്ന് പറഞ്ഞാൽ കൈയില്ലേ? സ്വർഗസ്ഥ പിതാവ് നമ്മൾ വചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്. സ്വർഗസ്ഥ പിതാവിന്റെ പുറമേയുള്ള കരമാണ് ക്രിസ്തു, പുറമേ. അപ്പോൾ തന്നെ അകമേയുള്ള കരമാണ് പരിശുദ്ധാത്മാവ്. രണ്ടുപേർക്കും ബൈബിള് പേരിട്ടിരിക്കുന്നത് കാര്യസ്ഥന്മാരെന്നാണ്. നമ്മുടെ 2 കൈയും കാര്യസ്ഥന്മാരാ. കാര്യങ്ങൾ നടത്തിയെടുക്കുന്നവരെയാണ് കാര്യസ്ഥന്മാരെന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അപ്പൊ ഞാൻ ആരായിരുന്നു? സ്വർഗസ്ഥ പിതാവിന്റെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന കാര്യസ്ഥൻ. ഇനി വരാൻ പോകുന്ന പരിശുദ്ധാത്മാവ് ആരാ? മറ്റൊരു കാര്യസ്ഥൻ. ആരുടെ കാര്യങ്ങൾ നടത്തുന്ന? ഞങ്ങളുടെ അപ്പന്റെ കാര്യങ്ങളെ നടത്തുന്ന കാര്യസ്ഥൻ. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, ഐക്യതയോടെ പ്രവർത്തിക്കുന്നത്. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. യോഹന്നാൻ 14:16 ചിന്തിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയേ, ഞാൻ പോയി കഴിഞ്ഞാൽ പിതാവിനോട് ചോദിച്ച് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും, അവൻ എപ്പോഴും നിങ്ങളോട് കൂടിയിരിക്കും. ലോകത്തിന് അവനെ കാണാനും കേൾക്കാനും കഴിയത്തില്ല. കാരണം അവൻ എന്നെ പോലെ ലോകത്തിലേക്കല്ല അവൻ വന്നേക്കണേ. അവൻ വന്നേക്കണത് നിങ്ങളുടെ ഉള്ളിലാ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ആത്മലോകത്താവൻ വന്നിരിക്കണേ. 14:16 അതാണെങ്കിൽ വായിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ശ്രദ്ധിച്ചേ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. എന്ത് ചോദിക്കാതെ അയച്ചുകൂടെ? ചോദിക്കാതെ അയച്ചുകൂടെ? തുല്യരല്ലേ? ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുക. തുല്യരല്ലേ? ചോദിച്ചിട്ടയക്കണം. അത് ചോദിച്ചിട്ടേ പറ്റൂ. കാരണം എൻ്റെ തല ദൈവം, സ്വർഗസ്ഥ പിതാവ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് പാരമ്പര്യ ട്രഡീഷൻസ് ഇതൊന്നും എടുക്കാൻ പറ്റില്ല.
ട്രഡീഷണൽ ട്രിനിറ്റി അല്ല ഇത്. ബിബ്ലിക്കൽ ട്രിനിറ്റി ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഒരൊറ്റ വചനത്തെ ക്യാൻസൽ ചെയ്യത്തില്ല. ചോദിച്ചു കഴിഞ്ഞിട്ട് എന്തുപടി മറ്റൊരു കാര്യസ്ഥനെ അപ്പൊ ഞാൻ ആരാ? ദൈവത്തിന്റെ കാര്യങ്ങൾ നടത്തുന്ന ദൈവത്തിന്റെ ഭുജമാണ്, കാര്യസ്ഥനാണ് ഞാൻ. എന്നെ പോലെ കാര്യങ്ങൾ നടത്തുന്ന മറ്റൊരാളുണ്ട്, ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. മറ്റൊരു കാര്യസ്ഥനെ അയക്കും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ കുഞ്ഞുങ്ങൾ, ഇത് റൈറ്റായിട്ട് മനസ്സിലാക്കി. ഇത് ഭുജമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ ഭുജമാണ്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 40-ാം അധ്യായം സുവിശേഷത്തെ കുറിച്ച് അതിന്റെ 9-10 വാക്യങ്ങളിൽ പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇതാ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് ചെന്ന് വിളിച്ചു പറയണം, ഇതാ നിന്റെ ദൈവം ഇതാ ബലശാലിയായി വരുന്നു. യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. എന്റെ ഒപ്പത്തിനുണ്ടോ നിങ്ങള്? അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. യേശു ക്രിസ്തു ദൈവമായ യഹോവയ്ക്ക് വേണ്ടി, പിതാവിന് വേണ്ടി ഭരണം നടത്തും. വായിക്കേ 40-9 മുതൽ താഴേക്ക്. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇത് സുവിശേഷ. ഇതാ ദൈവരാജ്യം വരുന്നു. യെശയ്യാ 40-9-10. ഇതാ ദൈവരാജ്യം വരികയാണ്. ഇതാ നിങ്ങളുടെ ദൈവം ബലശാലിയായി വരുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്റെ വേറൊരു പേരെന്നുള്ളൂ. ഇതാ യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു. ഇന്ന് നല്ലൊരു ക്രിസ്ത്യാനി പറഞ്ഞു യഹോവയായ ദൈവം വരത്തില്ലെന്നാ പറയണേ. ഹല്ലേലൂയ. പിതാവ് ഇങ്ങോട്ടേക്ക് എത്തത്തില്ലെന്നാ പറയണേ. ഏത് വചനം നിങ്ങൾ ക്യാൻസൽ ചെയ്യണേ? യഹോവയായ ദൈവം ബലശാലിയായി വരുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന സംഭവത്തിലേക്ക് കയറി വരിക. താഴേക്ക്, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. അവന്റെ ഭുജം, അവന്റെ കയ്യ് അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. അവന്റെ ഭുജമാണ് ക്രിസ്തു. മനസ്സിലായോ? അവന്റെ ഭുജമാണ്, യഹോവയാ ദൈവത്തിന്റെ കൈയാണ് ക്രിസ്തു. ഈ ഭൂമിയിൽ ഭരണം നടത്തുന്ന കയ്യ്, പുറമേയുള്ള കൈ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? പുറമേയുള്ള കൈ, ഈ ഭൂമിയിൽ മനുഷ്യർ ഭരണം നടത്തുന്ന കൈയാണ്, ഭുജമാണ് ക്രിസ്തു. ഇതേപോലെ തന്നെ യഹോവയാ ദൈവത്തിന്റെ അകമേയുള്ള കൈയായിട്ട് നമുക്ക് കാണാം. പുറമെ മനുഷ്യർക്ക് കാണാൻ പറ്റത്തില്ല, ലോകത്തിന് അവനെ കാണാൻ കഴിയത്തില്ല. അകമേയുള്ള കൈയായിട്ട് കാണാം. തന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞങ്ങളെ രണ്ടുപേരെ എപ്പോഴും അയക്കും അപ്പൻ. ഞങ്ങളെ രണ്ടുപേരെ എപ്പോഴും അയക്കും. ഞങ്ങളാണ് പോയി കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങളാണ് ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരെ അപ്പനെ അയക്കുകയാണ് ചെയ്യുന്നത്. ഓ ഫാദർ, വി താങ്ക് യു, വി ഗീവ് യു ഗ്ലോറി. യെശയ്യാ 48:16 വായിച്ചു. 48:16 വചനം സംസാരിക്കുന്ന രംഗം നമുക്കവിടെ കാണാം. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇപ്പോൾ യഹോവയായ കർത്താവ് വചനമാകുന്ന എന്നെയും തന്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. രണ്ട് ഭുജങ്ങൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആത്മാവിനെ അയച്ച്, ഹല്ലേലൂയ, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഞാൻ എൻ്റെ വചനത്തെ അയച്ച് നിങ്ങളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. രണ്ടുപേരെയും അയക്കുക ദൈവത്തിന്റെ ഭുജങ്ങളാണ്. ഹല്ലേലൂയ. ഭുജങ്ങളായി പ്രവർത്തിക്കുക. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് വ്യക്തിത്വങ്ങളുണ്ട്, ഭുജങ്ങളായി പ്രവർത്തിക്കുകയാ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. ഈ യഹോവയാൻ ദൈവത്തിന്റെ കൽപ്പന കൂടാതെ ഈ രണ്ട് ഭുജങ്ങളും അനങ്ങത്തില്ല. ഹല്ലേലൂയ. അയച്ചാലേ പോകാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ട് യേശു പറഞ്ഞ എന്നെ അയച്ചിട്ടാണ് വന്നത്. അനേക വട്ടം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോഴെങ്കിലും ഇവര് ചിന്തിക്കണ്ടേ യേശുവിന്റെ പുറകിൽ ഒരാളുണ്ടെന്നുള്ള കാര്യം.
ഹല്ലേലൂയ. എന്നെ അയച്ചിട്ടാ വന്നേ. ഹല്ലേലൂയ. പിതാവ് എന്നോട് കൽപ്പിക്കുന്നത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ, എന്നോട് കൽപ്പിക്കുന്ന ഒരു ഹയർ അതോറിറ്റി ഉയരത്തിലുണ്ട് എന്നുള്ള കാര്യം. അത് ഭൂമിയിൽ വന്നപ്പോഴല്ല, നേരത്തെ മുതല് 110 സങ്കീർത്തനം 1-ാം വാക്യം മുതൽ എന്നോട് കൽപ്പിച്ചോണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. ഞാൻ ഒന്നിന്റെ ഉടമസ്ഥനല്ല, എല്ലാത്തിന്റെയും അധികാരിയായി എന്നെ വെച്ചിരിക്കുന്നു, അവകാശിയായി വെച്ചിരിക്കുന്നു. ഈ ബൈബിൾ സത്യങ്ങളെ അടിച്ച് താഴെ ഇട്ടിട്ട് ഒരു പാരമ്പര്യ ട്രഡീഷൻ, യേശുവോ പാരമ്പര്യ ട്രിനിറ്റി, യേശുവോ ശിഷ്യന്മാരോ ആദ്യമ ക്രിസ്ത്യാനികളോ ബൈബിളോ പറയാത്തതൊന്ന് ഇതാ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിൽ കയറി വന്നു. പിശാചി കയറ്റിവിട്ടു. അപ്പോസ്തലപ്രവൃത്തി 20:29 പ്രകാരം അത് കയറി വന്നത് എന്തിനാണെന്ന് അറിയാമോ? 20:29 പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയാ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും, അവർ ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകാൻ. ഇന്ന് ഡിനോമിനേഷൻ സംഘടനയും ഗ്രൂപ്പിന്റെ ഒക്കെ പിന്നാലെ വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കും. ബൈബിൾ സപ്പോർട്ട് ചെയ്യാത്ത വിപരീത ഉപദേശം പ്രസ്താവിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകും. അപ്പോസ്തലപ്രവൃത്തി 20:29 ആ പ്രവചനം നിവർത്തിയാണ് 3-4 നൂറ്റാണ്ടുകളിൽ നടന്നത്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ കടക്കും. താഴേക്ക് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. ശിഷ്യന്മാരെ യേശുവിന്റെ പിന്നാലെ അല്ല കൊണ്ടോണേ, വ്യക്തികളുടെ പിന്നാലെ, സംഘടനകളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. വിപരീതം ബൈബിള് പറയുന്നത് നേരെ വിപരീതമായിരിക്കും. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും, നിങ്ങളുടെ ചർച്ചയിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. അന്ന് സംഭവിച്ചു. ഏകദേശം 3-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട് അവസാനം, 3-ാം നൂറ്റാണ്ട്, 4-ാം നൂറ്റാണ്ടുകൾ ഇത് പ്രബലമായി. അപ്പച്ചനമ്മച്ചിമാർ പെറ്റുപെരുകിയവരാണ് തുടർന്നുള്ള ക്രിസ്ത്യാനികൾ. അതിന്റെ ഒരറ്റമാണ് നമ്മൾ. തെറ്റിപ്പോയത് നാളുകൾക്ക് മുമ്പാ. അതുകൊണ്ട് ഇത് പറിച്ചു കളയാൻ എളുപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിക്കാനൊന്നും പറ്റില്ല. പണ്ട് കാരണവന്മാരായിട്ട് തെറ്റിക്കിടന്ന് വന്നതാ. പക്ഷേ ഇതിനെ നേരെയാക്കാൻ കഴിവുള്ള ഒരൊറ്റ സംഭവമേ ഉള്ളൂ, ഈ ബൈബിളിലെ വചനം. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന ഏതൊരു കാര്യം ഈ വചനത്തെ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കരുത്, ഉറപ്പിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഇതാ നമ്മൾ മനസ്സിലാക്കി, ക്രിസ്തുവിൻ തല ദൈവം, ദൈവത്തിന്റെ ശരീരം ക്രിസ്തു. ഞാൻ വെറും എൻ്റെ അങ്ങനെ അവര് പറഞ്ഞല്ലോ ഇവര് പറഞ്ഞല്ലോ ആ പ്രസംഗം പറഞ്ഞൊന്നല്ല ഞാൻ പറയണേ, വിശുദ്ധ ബൈബിളിൽ ദൈവം പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ സ്ഥാനവും പറഞ്ഞു. ഇനി എഫേസ്യർ 4:3 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ മൊത്തം വായിക്കേണ്ട, 5-6 മാത്രം വായിച്ചാൽ മതി. എല്ലാത്തിനും സമയമില്ലാത്തതുകൊണ്ട് 5-6 മാത്രം വായിക്കുക. ഓ ഫാദർ, വി താങ്ക് യു. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഹല്ലേലൂയ. വല്ല ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാവരിലും ഇരിക്കുന്നവനും എല്ലാവർക്കും മുകളിലുള്ളവനും, എന്താ പറഞ്ഞേ? എല്ലാവർക്കും ദൈവവും മുകളിലുള്ളവനും, എന്താ പറഞ്ഞേ? എല്ലാവർക്കും. ഇവിടെ യേശുവിനെയൊക്കെ പറഞ്ഞിരുന്നു, കർത്താവിനെയൊക്കെ പറഞ്ഞിരുന്നു. ഇവരുടെ എല്ലാവരുടെയും മുകളിലുള്ളത് ആരാ? ദൈവവും പിതാവുമായവൻ ഒരാളാണ്. ഒരുവൻ. ദൈവവും പിതാവുമായവൻ ഒരുവൻ. സ്വർഗസ്ഥനായ പിതാവ് ഒരുവൻ. കേട്ടോ? ഹല്ലേലൂയ. അപ്പോ ഈ വചനത്തെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് വചനത്തെ ദുർബലമാക്കിക്കൊണ്ടാണ് പാരമ്പര്യ ട്രെൻഡ് കയറി വന്നേക്കണേ. ഒരു പാരമ്പര്യവും ദൈവവചനത്തെ ദുർബലമാക്കാൻ പാടില്ല. ദുർബലമാക്കിയാൽ അവന്റെ കാര്യം പോക്കാം. ഇതാ യേശു പറഞ്ഞേ, നിങ്ങൾ വെറുതെ എന്നെ ഭജിക്കുന്നു. കോളുണ്ടെന്ന് വെറുതെ എന്നെ ഭജിക്കുന്നു. എന്റെ വചനത്തോടൊന്നും കൂട്ടരുത്, നിന്നെ കള്ളനായി പിടിക്കാൻ ഇടവരുത്തരുത്. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോ. ന്യായവിധി സമയത്ത് ഞാൻ ചുമ്മാ എഴുതിയതാ. ഈ വചനങ്ങൾ ഇഷ്ടമാതിരി വചനമുണ്ട്. ഈ പാരമ്പര്യ ട്രെൻഡ് ക്യാൻസൽ ചെയ്ത വചനങ്ങളാണ്. പാരമ്പര്യ ത്രിയേക സംവിധാനം. ബൈബിളിൽ ത്രിയേകം ഉണ്ട്. അത് ഒരു വചനത്തെ ക്യാൻസൽ ചെയ്യുന്ന എല്ലാ വചനത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു.
ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ ചിന്തകൾ ക്രിസ്തുവിലേക്ക്, ഇതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞേ, എന്റെ പിതാവ് കാണിക്കുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എന്റെ പിതാവ് കൽപ്പിക്കുന്നതല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. പിതാവ് എങ്ങനെയാ എന്നോട് കൽപ്പിക്കുന്നേ? തന്റെ ആത്മാവിനാൽ. ഇതാ ദരിദ്രരോട് സുവിശേഷം പറയാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുക, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. പിതാവ് പുത്രനിലൂടെ തന്റെ ആത്മാവിനാൽ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ആ പുത്രന് വീണ്ടും പുത്രന്മാരായ നമ്മൾ ജനിച്ചതുകൊണ്ട് അതേ രീതി നമ്മളിലേക്കും വ്യാപരിച്ചു. പിതാവ് പുത്രനിലുള്ള പുത്രന്മാരായ നമ്മളിലൂടെ തന്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുന്നു. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിച്ചേ, ഈ ലോകപ്രകാരമുള്ള ഈ ത്രിയേക സംവിധാനം ഈ വചനങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ കാണുന്ന വചനങ്ങളെല്ലാം നിർവീര്യമാക്കി കളഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായത്താൽ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 8:5, 6, 7 ദുർബലമാക്കി. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവങ്ങൾ എന്ന് പറയുന്നവർ ആകാശത്തിലും ഭൂമിയിലും ധാരാളം ഉണ്ടെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്ക് ഉള്ളൂ. ഈ വചനം ചർച്ചിൽ പ്രസംഗിക്കത്തില്ലെന്ന് മാത്രമല്ല, ഒരാൾക്കും ഇത് വാ തുറന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഹല്ലേലൂയ. കാരണം ഈ വചനം ദുർബലമായി. ആര് ദുർബലമാക്കി? പാരമ്പര്യ ട്രിനിറ്റി ദുർബലമാക്കി. ഹല്ലേലൂയ. വിടാൻ പറ്റില്ല. എന്താണ് ആ വചനം? ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 8:5 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ, ദേവന്മാർ എന്നല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്, ദൈവങ്ങൾ എന്നാണ്. ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങൾ, ഹെബ്രായ ഭാഷയിൽ പറഞ്ഞാൽ എലോഹിം, ഹിബ്രു ഭാഷ പറഞ്ഞാൽ തിയോസ്. ദൈവങ്ങൾ എന്ന് ഇംഗ്ലീഷ് ഭാഷ പറഞ്ഞാൽ ഗോഡ്സ്. ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. പിതാവായ ഏകദൈവം. ഇത് അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് പറഞ്ഞത്. യേശുക്രിസ്തു ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിൽ നമ്മളെ വിളിക്കുമ്പോൾ അതേ കാറ്റഗറിയിലേക്കാണ്, അതേ ദൈവങ്ങളുടെ കാറ്റഗറിയിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഇതുകൊണ്ടാണ് 82 സങ്കീർത്തനത്തെ പറയുന്നത്, യഹോവയാണ് ദൈവം. നമ്മൾ നോക്കി പറയാണ്, നിങ്ങളൊക്കെ ആരാന്നറിയാമോ? നിങ്ങളൊക്കെ ദൈവങ്ങളാണ്, പക്ഷെ ഞാനല്ല, അത്യുന്നതനായവന്റെ പുത്രന്മാരാണ് നിങ്ങളൊക്കെ. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളൊക്കെ മനുഷ്യരെ പോലും മരിച്ചു പോകും. ഇതേ കാര്യം യേശുക്രിസ്തു റീകോട്ട് ചെയ്യുന്നുണ്ട് യോഹന്നാൻ 10-ാം അധ്യായത്തിലെ യഹൂദന്മാരോട്. നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ 1 കൊരിന്ത്യർ 8:5, 6, 7 ഇതെല്ലാവർക്കും ഈ അറിവില്ലെന്ന് അവിടെ പറയുന്നത്. ഇത് ക്യാൻസൽ ചെയ്തു പോയി. ഇത് എടുക്കത്തില്ല. ഇത് ദുർബലമാക്കി ഈ വചനത്തെ. ദൈവത്തിന്റെ വചനം ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യം കീപ്പ് ചെയ്യാൻ വേണ്ടി ദൈവത്തെ ദുർബലമാക്കരുത്. ഒന്നുകൂടി വായിച്ചേ, അതിന്റെ 7-ാം വാക്യം വായിച്ചേ. 7-ാം വാക്യം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. എന്താ എല്ലാവർക്കും ഇല്ലാത്ത അറിവ്? എന്താ? 5-ാം വാക്യം. ആകാശത്തിലും, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങൾ ധാരാളമുണ്ട്. ദൈവങ്ങളുടെ ദൈവമായ പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. ഹല്ലേലൂയ. ആ ദൈവമാണ് സർവത്തിന്റെ മുകളിൽ എഫെസ്യ ലേഖനം പറയുന്നത്. ഇനി ആ വചനം ക്യാൻസൽ ചെയ്തു പോയി. ഇനി യേശുക്രിസ്തു നേരിട്ട് പറയണേ, യോഹന്നാൻ 17:3. ഹല്ലേലൂയ. 17:3 യേശുക്രിസ്തു പറയുകയാണ് നേരിട്ട്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. നല്ലൊരു പങ്ക് സഭകളിൽ ഇത് മിണ്ടൂല. വായിക്കേ. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. പുത്രൻ പിതാവിനെ നോക്കി പറയുന്ന രംഗമാണ് ഇത്. നമ്മൾ കേൾക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട്, എങ്ങനെയാണ് ഒരുവന് നിത്യജീവൻ വർദ്ധിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം ദുർബലമാക്കി കളഞ്ഞു. ഒരു ദൈവവചനവും ഒരു പാരമ്പര്യത്തിനും ദുർബലമാക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നരകത്തിലേക്ക് തള്ളും, നിന്നെ കള്ളനായി പിടിക്കും. തിരിച്ചറിഞ്ഞ നാളിൽ മാനസാന്തരപ്പെട്ടുകൊള്ളുക. എഫേസ്യ ലേഖനം 4:5-6 ദുർബലമാക്കി കളഞ്ഞു. അത് മിണ്ടില്ല ചർച്ചില്. ഹല്ലേലൂയ. എല്ലാവർക്കും മുകളിലുള്ളവനും ഹെയറാർക്കിയെ കാണാൻ കഴിയും. എല്ലാവർക്കും മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മുകളിലാണ്. ബൈബിൾ എന്ത് പറഞ്ഞത്? ആമേൻ, ആമേൻ, ആമേൻ. അതിന്റെ അപ്പുറമില്ല. അതിന്റെ 5-6 വായിച്ച്. എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവർക്കും കർത്താവ് മീതെയുള്ളവനും, എല്ലാവർക്കും മീതെയുള്ളവൻ. ഒന്ന് പറഞ്ഞ എല്ലാവർക്കും മീതെയുള്ളവൻ, എല്ലാവർക്കും മീതെ, എല്ലാവർക്കും മീതെയുള്ളവൻ.
ഒന്ന് എല്ലാവരും വാതുറന്ന് പറഞ്ഞു. എല്ലാവർക്കും, നിങ്ങൾ എന്നെ അല്ല പറയുന്നത്, ബൈബിളാ പറയുന്നത്. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവർക്കും എല്ലാവരിലും കൂടി ദൈവവും പിതാവുമായവൻ ഒരാള്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാ വചനം പൂർണ്ണമായിട്ട്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ വായിച്ചത് പൂർണ്ണമായിട്ട് വായിക്കാം. 5. എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും, നമ്മൾ ക്രിസ്തുവിലും നമ്മളിലും എല്ലാവരിലും കൂടെ പ്രവർത്തിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി, നമ്മുടെ തല എല്ലാത്തിനും മുകളിൽ കയറിയിരിക്കണേ, എല്ലാവരിലും ഇരിക്കുന്നവനുമായി, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഒരുവൻ. ബൈബിൾ പറഞ്ഞാൽ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഇത് പറഞ്ഞതുകൊണ്ട് പലരെ സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വചനം എഴുതി കൊടുത്തുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കിയവരൊക്കെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുമ്പോ, അന്ന് കുഞ്ഞേ നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു, പക്ഷെ നിങ്ങളുടെ കൈയും കാലും ബലപ്പെട്ടിരിക്കോ, ഒരുങ്ങിക്കോ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഒരുങ്ങിക്കോ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് വേണ്ടി. അന്ന് ക്രിസ്തു ഒരുപക്ഷെ നിങ്ങളോട് പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവർ, ഗെറ്റ് ഔട്ട്. എന്റെ വചനത്തോടൊന്നും കൂട്ടരുത്, അതിനൊന്നും കുറയ്ക്കരുത്. നിങ്ങളുടെ പാരമ്പര്യം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയത് നന്നായി. കോള് ഒരു വചനത്തെയും എടുത്തു കളയാനല്ല ദൈവം നമുക്ക് നൽകിയത് അധികാരം. വചനത്തെ സത്യത്തിന് ഉറപ്പിക്കാനായി യേശുവെ പോലെ. ഹല്ലേലൂയ. ആ വചനത്തെ ദുർബലമാക്കി എടുത്തു കളഞ്ഞു. അടുത്ത വചനം 1 തിമോത്തി 6:15 മുതൽ 16 വരെയുള്ള വചനം ദുർബലമാക്കി. എന്താണ് അവിടെ പറയുന്നത്? സ്വർഗസ്ഥനായ പിതാവ് നമ്മളുടെ അടുക്കലേക്ക് കയറി വരുന്ന, പ്രത്യക്ഷമാകാൻ പോകുന്നതാ. ഇത് മിണ്ടൂല. യേശുവിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. പക്ഷെ യേശു കൊണ്ടുവന്നത് എല്ലാം പിതാവിലേക്ക് കൊണ്ടുവരുന്നേ. യേശു പറയുന്നു, പിതാവേ, ലോകത്തിന് നിന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയാം, ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുന്നു, ഇനിയും അത് തന്നെ ചെയ്യ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തന്റെ മാറിലിരിക്കുന്ന പുത്രനായ ക്രിസ്തു അപ്പനെ വെളിപ്പെടുത്തുന്നു. ഇവിടെ വെളിപ്പെടുത്തുകയല്ല, ആ ക്രിസ്തു ഉപയോഗിച്ച് അപ്പനെ അങ്ങ് ഒഴിവാക്കുകയാണ് പിശാചി ചെയ്യുന്നേ. അതിന്റെ കൂട്ടാളികളായിട്ട് എന്തിനാ നമ്മള്? 1 തിമോത്തി 6:15-16 വായിച്ചേ. സ്വർഗസ്ഥ പിതാവിന്റെ പ്രത്യക്ഷതയാണ്. സിസ്റ്ററെ, ഓ ഫാദർ, വി താങ്ക് യു. ധന്യനായ ഏകാധിപതി രാജാതിരാജാവ്, ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി-കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, ആർക്കും അടുക്കാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, മനുഷ്യരാരും കാണാത്തവനും, മനുഷ്യരാരും കാണാത്തവനും, കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. സ്വർഗസ്ഥനായ പിതാവ് നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ അപ്പനെ കാണും എന്ന് പറയുന്ന വചനത്തെ എടുത്തു കളഞ്ഞു. ഇതാരാ? യേശുവിനെ കുറിച്ചല്ല ഈ പറയുന്നത്, സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച്. മനുഷ്യരാരും കാണാത്തവനും, യേശുവിനെ അന്ന് ഭൂമിയിൽ വസിച്ചിരുന്ന യഹൂദ ദേശത്ത്, ഇസ്രായേൽ ദേശത്ത് വസിച്ച എല്ലാവരും കണ്ടത്, മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും താൻ മാത്രം അമർത്യതയുള്ളവനും, തനിക്ക് മാത്രമേ സ്വന്തമായി ജീവനുള്ളൂ. ഇവൻ യേശുവിന് പോലും ജീവൻ കൊടുത്തത് ഈ അപ്പനാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ പിതാവിന് തന്നെത്താൻ ജീവനുള്ളതുപോലെ പുത്രന് ജീവനുണ്ടാകാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഒരു ട്രെൻഡിങ് കൊണ്ടുവരുന്നത്, തുല്യർ. യേശുവിന് ജീവൻ കിട്ടുന്നത് പിതാവ് കൊടുത്തിട്ടാ. ആ ജീവനും കൊണ്ട് യേശു ഭൂമിയിൽ വന്നത്, എന്നെ അയച്ചത് നിങ്ങൾക്ക് ജീവൻ തരാനാന്ന് പറഞ്ഞത്. പിതാവിന്റെ ജീവൻ പുത്രന് കൊടുത്തു, പുത്രന്റെ ജീവൻ നമുക്ക് തരുന്നു. പുത്രനുണ്ടോ നിനക്ക് ജീവനുണ്ടോ, പുത്രനില്ല നിനക്ക് ജീവനില്ല. ഇതാണ് യേശു പറയുന്നത്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ. അപ്പൊ ഞാൻ ജീവിക്കണം എങ്ങനെയാ? പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇതാണ് വിശുദ്ധ പത്രോസിലൂടെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തേ. പത്രോസ് പറഞ്ഞു, നീ ആരെന്ന് ഞാൻ പറയട്ടെ? ജീവനുള്ള ദൈവത്തിന്റെ. ദൈവത്തിന് എന്നാ ഉണ്ട്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാ നീ. ഹല്ലേലൂയ.
ഇവിടെയാണ് ഈ വചനങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മളുടെ പാരമ്പര്യ ട്രിനിറ്റി 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് കയറി വന്ന യേശുവോ ശിഷ്യന്മാരോ ആദ്യമ ക്രിസ്ത്യാനികളോ ബൈബിളോ പറയാത്ത ഒരു സംഭവം കേട്ടുവിട്ടു പിശാച്. അതിലൂടെ ദൈവരാജ്യം എന്ന സിലബസ് ബൈബിൾ കോളേജിന്റെ സിലബസിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു. ദൈവദാസന്മാരെ പഠിപ്പിച്ചിറങ്ങുന്ന ബൈബിൾ സ്കൂളിൽ സുവിശേഷം ഇല്ലെന്ന്. യേശു പ്രസംഗിച്ച സുവിശേഷം സിലബസിലില്ല. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്രയമാണ് പിശാചി മനുഷ്യന്റെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. ഇത് തിരിച്ചറിയാൻ മോനെ മോളെ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. ഈ വചനങ്ങളെയൊക്കെ എടുത്ത് കളയുക. ഇത് പറയുമ്പോ പലരും പറഞ്ഞു അത് ഭൂമിയിലേക്ക് വന്നപ്പോഴല്ലേ യേശു ഇങ്ങനെ താണിരുന്നേ, അതിനുമോ പിതാവിന്റെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആരാ പറഞ്ഞേ? 110 സങ്കീർത്തനം 1-ാം വാക്യം. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് ആത്മാവിൽ സ്വർഗീയ ദർശനത്തിൽ കാണുകയാ പിതാവിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ കൽപ്പനയ്ക്കായി കാത്തിരിക്കുന്ന അനുസരണമുള്ള യേശു ക്രിസ്തു. ഹല്ലേലൂയ. പലരും ചിന്തിക്കണം ഭൂമിയിലേക്ക് വന്നപ്പോഴാണ് ക്രിസ്തു ഉണ്ടായി എന്ന്. ക്രിസ്തു നേരത്തെ മുതലുണ്ട്. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഇതാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ഇതാ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവരെ ഇസ്രായേൽ ദേശത്ത് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോ ദൈവത്തിന്റെ വചനം പറയുക, അവർ ഒരേ ആത്മീക ഭക്ഷണം കഴിച്ചു, ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു ഇന്നുണ്ടായവനല്ല, ഈ ഭൂമിയിൽ മറിയയുടെ ഉള്ളിൽ നിന്ന് ജനിച്ചവനല്ല. അവൻ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനായി ദൈവത്തോട് കൂടെ ഇരുന്ന നമ്മുടെ കർത്താവ, നമ്മുടെ നാഥന, നമ്മുടെ നായകന. ഹല്ലേലൂയ. ഇതൊക്കെ വളച്ചൊടിച്ച് ഞെരുക്കി സഭയ്ക്ക് ഇട്ട് കൊടുത്ത് തിന്നോ. ഇവരെ എങ്ങനെ കടിച്ചിട്ട് ഇത് മനസ്സിലാകുന്നില്ല. ത്രിയേക പ്രവർത്തനം ബൈബിളിലെ സത്യമായൊരു പ്രവർത്തനമാണ്. എന്നാൽ ട്രിനിറ്റി എന്ന വേർഡ് ബൈബിളിലില്ല. പക്ഷെ അത് അവിഹിതമായി സഭയ്ക്ക് പിശാച് കൊടുത്ത് സഭയെ ചിന്ന ഭിന്നമാക്കി. ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ ഉദ്ദേശം എത്ര മാത്രമുള്ളൂ? പിശാചിനെ, സ്വർഗസ്ഥ പിതാവിനെ, മറ്റൊരു രീതി പറഞ്ഞാൽ ദൈവരാജ്യത്തെ ഒഴിവാക്കണം. തന്റെ ഭരണം ഇവിടെ തുടർന്ന് പോകണം. മനസ്സിലായോ? അതുകൊണ്ട് ദൈവമക്കള് ഇനി അതും ഇതും പറഞ്ഞ് തല്ലുപിടിക്കാതെ അത് യേശു ആർക്കാണോ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ആ വ്യക്തിത്വം സ്വർഗസ്ഥ പിതാവിന് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. യേശുവിനെ ഒഴിവാക്കുകയല്ല. യേശുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് എത്താൻ പറ്റത്തില്ല. നമ്മുടെ അസ്തിത്വം, നമ്മുടെ ആൽഫ ആൻഡ് ഒമേഗ ക്രിസ്തുവാണ്. ക്രിസ്തുവിന് നമുക്കുള്ള ആൽഫ ആൻഡ് ഒമേഗ സ്വർഗസ്ഥ പിതാവാണ്. ആൽഫ ഒമേഗ എന്ന് വെച്ചാൽ എല്ലാം A to Z. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആരംഭവും അവസാനവും. നമ്മൾ ആരംഭിച്ചത് പുതിയ സൃഷ്ടിയിൽ നമ്മൾ ആരംഭിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്തുവിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. ക്രിസ്തു എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് പിതാവിലേക്കാ. മനസ്സിലാവുന്നുണ്ടോ? പിതാവ് അയച്ചിട്ട് ഞാൻ വന്നു, ഞാൻ പ്രവർത്തി കഴിയുമ്പോൾ ക്രിസ്തു ആരെ റിപ്പോർട്ട് ചെയ്യും? അപ്പനെ നോക്കി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പനെ നോക്കി. ഇതാണ് ആൽഫ ആൻഡ് ഒമേഗ, ആരംഭവും അവസാനവും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ആരംഭിച്ചത്. കർത്താവ് യേശു കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പിതാവ് പുത്രൻ മുഖാന്തരം സൃഷ്ടിച്ചു. നമ്മുടെ തല ക്രിസ്തു. എല്ലാം തലയിൽ നിന്നല്ലേ ആരംഭിക്കണേ? തലയിൽ നിന്ന്. ഇത് അപ്പോഴെങ്കിൽ തലയുടെ ചിന്ത ശരീരത്തിലൂടെ ആ വിരലുകളിൽ വന്നപ്പോ കൈകൊണ്ട് എഴുതി. അത് നോക്കി കണ്ണത് നോക്കി തലയ്ക്ക് റിപ്പോർട്ട് കൊടുത്തു. റൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. മനസ്സിലായോ? ഇതാണ് ആൽഫ ആൻഡ് ഒമേഗ, ആരംഭവും അവസാനവും. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇനിയും ഉണ്ട് കേട്ടോ. ഇതാ 1 കൊരിന്ത്യർ 3:23 വാക്യം നിങ്ങൾക്ക് എന്നോട് ചേർത്ത് എഴുതാം. അതും ക്യാൻസൽ ചെയ്ത് എടുത്തു കളഞ്ഞു. 1 കൊരിന്ത്യർ 3:23 എന്താണത്? ഇതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ചേർത്ത് എഴുതാം. ഇനി ധാരാളം വചനങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 3:23 ഇതാ നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഹല്ലേലൂയ. വായിച്ചേ. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ. നിങ്ങളോ ക്രിസ്തുവിനുള്ള. കാരണം നിങ്ങളുടെ തല ക്രിസ്തുവാ. നിങ്ങളുടെ ആൽഫ ആൻഡ് ഒമേഗ ക്രിസ്തുവാ. നിങ്ങളുടെ തല ക്രിസ്തു. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. 1 കൊരിന്ത്യർ 3:23. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇനി ധാരാളം വചനങ്ങൾ ഈ പാരമ്പര്യ ട്രിനിറ്റി ദുർബലമാക്കി കളഞ്ഞു. അതിന്റെ പിന്നാലെ നിക്കലേ, ദൈവം നിങ്ങളെ എടുത്തു കളയും. പകരം ബൈബിളിൽ കാണുന്ന ആ ത്രിയേക പ്രവർത്തനം, ആ പ്രവർത്തനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? കർത്താവ് പറഞ്ഞതുപോലെ, പിതാവേ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും കൂടെ നമ്മിൽ ഒന്നായി തീരുന്നു. അങ്ങനെ നമ്മളെല്ലാം ക്രിസ്തുവിൽ പിതാവുമായി
ഒറ്റ ശരീരമായി, ഒരു കുടുംബമായി, ക്രിസ്തുവിൻ്റെ വംശമായി, ക്രൈസ്റ്റ് ജനറേഷനായി, ദൈവത്തിൻ്റെ കുടുംബമായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി. ഹല്ലേലൂയ. ദൈവം ക്രിസ്തുവെ സ്നേഹിക്കുന്നത് പോലെ നമ്മളെ സ്നേഹിക്കുന്ന അതേ സ്നേഹത്തിൽ വസിച്ചുകൊണ്ട് അടുത്ത ആ പുതിയൊരു ഫേസ് ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ നമ്മളും ഉണ്ടാകണം. പുതിയ ആകാശം, പുതിയ ഭൂമിയും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ ഞാൻ സകലത്തെയും പുതിയതാക്കുന്നു, സകലത്തെയും പുതിയതാക്കുന്നു. ഇനി മരണമില്ല, കണ്ണുനീരില്ല, ശാപമില്ല, പിശാചും അവന്റെ കൂട്ടരില്ല. ഇതാ ദൈവവും ക്രിസ്തയേശുവിലൂടെ ദൈവം സമ്പാദിച്ച ദൈവത്തിന്റെ മക്കളും. അപ്പൊ ക്രിസ്തു വീണ്ടും പറയും, ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും. മനസ്സിലായോ? ക്രിസ്തു നമ്മുടെ നിത്യപിതാവാണ്. ക്രിസ്തുവിനും നമുക്കും എല്ലാവരും കൂടിയുള്ള സർവശക്തനായ അത്യുന്നതനായ പിതാവാണ്, ദൈവമാണ്, സ്വർഗസ്ഥ പിതാവ്. ആ പിതാവിനോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ പോയി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കേ, സ്വർഗരാജ്യം വരുന്നു എന്ന് പോയി, അപ്പൊ നമ്മളോടുകൂടെ വാസിക്കാൻ വരുന്നു എന്ന് പോയി പ്രസംഗിക്കേ. നിങ്ങൾ അന്വേഷിക്കുന്നത് ഇനി ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കുക. ഇനിയും ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ദൈവരാജ്യം അന്വേഷിക്കുക. ആ ഹൈറാർക്കിയിൽ നിന്റെ സ്ഥാനം ഏതെന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരുവാൻ ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടാം. പാരമ്പര്യം പല മാനുഷിക ചിന്തകൾ മണലിന്മേൽ പണിയാതെ ദൈവവചനത്തിൽ പണിയുക. എൻ്റെ മക്കളെ, ദൈവദാസന്മാർ, ഞാൻ നിങ്ങളൊക്കെ സ്നേഹിക്കുന്നു. പിശാചാണ് നിങ്ങളുടെ മേൽ ജയമെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സന്ദേശം ഇതുവരെ നിങ്ങൾക്ക് തടയപ്പെട്ടത്. ഇനിയും ഇത് തടയപ്പെടാതെ നിങ്ങൾ ഇത് പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു. നമ്മുടെ പപ്പ, നമ്മുടെ ക്രിസ്തു, നമ്മുടെ അപ്പച്ചൻ, സ്വർഗസ്ഥ പിതാവ് നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ദൈവസഭ എഴുന്നേൽക്കട്ടെ. ഓ ഫാദർ, വി താങ്ക് യു, ഗിവ് യു ഗ്ലോറി. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന അനുഗ്രഹീതമായ വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിലുള്ള ത്രിയേകത്വവും പാരമ്പര്യമായി ഞങ്ങൾ പഠിച്ചിട്ടുള്ള ത്രിയേകത്വവും ഇത് തമ്മിലുള്ള വ്യത്യാസം അങ്ങ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിനായി നന്ദി. പാരമ്പര്യമായ ത്രിയേകത്വം ബൈബിളിലെ ധാരാളം വചനങ്ങളെ ദുർബലമാക്കുന്നു. എന്നാൽ അങ്ങയുടെ വിശുദ്ധ ബൈബിളിലുള്ള ആ ത്രിയേകത്വം ഞങ്ങളെ ക്രിസ്തുവിൽ അങ്ങയുടെ മാറോടണയ്ക്കുന്നു. അങ്ങുമായി ഞങ്ങളെ ഒന്നാക്കുന്നു. ഏക ശരീരമായി ഞങ്ങളെ വിളിച്ചു. അതിലേക്ക് അങ്ങ് ചേർക്കുന്നതിനായി നന്ദി. ഈ ഹോളിൽ, ഈ ശബ്ദ കാഴ്ചപ്രതിയിൽ അങ്ങയുടെ ചിന്തകളെ കേട്ട് അത് മനസ്സിലാക്കുവാൻ ഉള്ള എല്ലാ കൃപകളും അങ്ങയുടെ മക്കൾക്ക് കൊടുക്കണം. സത്യം ഇവരെ അറിയുമ്പോൾ സത്യം ഇവരെ സ്വതന്ത്രമാക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ ക്രിസ്തുവേ. അത് ഇവിടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇത് ഞങ്ങളുടെ ജീവിതം കൊണ്ടോ ഞങ്ങളുടെ സമ്പ്രദായം കൊണ്ടോ ഉപദേശം കൊണ്ടോ ബൈബിളിലെ അങ്ങയുടെ പ്രബലമായ നിയമങ്ങൾ, വചനങ്ങൾ ഒന്നും ക്യാൻസൽ ചെയ്യപ്പെട്ട ശിക്ഷയിലേക്ക് ഞങ്ങൾ കടന്നു വരാതെ, ഞങ്ങൾ ആരെങ്കിലും അതിൽ വന്നിട്ടുണ്ട് എങ്കിൽ മാനസാന്തരത്തോടെ തിരിച്ചു വരുവാൻ ഞങ്ങൾ സഹായിക്കണമേ. ഇതിനെതിരെ വാദിച്ച് മുള്ളിനെതിരെ ഒതച്ചുകൊണ്ട് നശിച്ചു പോകാൻ ആരെയും അനുവദിക്കരുത്. ഞങ്ങളുടെ അത്ഭുത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും ക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ, അങ്ങയുടെ ആഗ്രഹം പോലെ ക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങുമായി ഒന്നായി തീരുവാൻ, ഒരു കുടുംബമായി തീരുവാൻ, ദിസ് ഈസ് ഗോഡ് ആൻഡ് എറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന 1 യോഹന്നാൻ 5:20 എത്തിച്ചേരുവാൻ ഞങ്ങളെ ഏവരെ സഹായിക്കണം. ശുശ്രൂഷയിലകത്തും പുറത്തും സഹായിക്കുന്ന, രഹസ്യവും പരസ്യവുമായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം. അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം അങ്ങ് കാത്ത് പരിപാലിക്കണമേ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സർവ്വമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരുക്കപ്പെട്ട ഭക്ഷണം കഴിക്കുവാനായിട്ട് നമുക്ക് കടന്നു പോകാം. ഭക്ഷണത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ